الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. الحمد لله ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد سبحانك الله. اللهم آته الوسيلة والفضيلة والدرجة الرفيعة وابعثه المقام المحمود الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. اللهم صل سلاما كاملا وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنولد به القرب وتقوم به العبائد وتنال به الروائب وبنا يا شافع الأمراض. اللهم بارك في كل أمورنا بركة تامة كما باركت على عبادك الصالحين. اللهم بارك في مجلسنا هذا بركة تامة كما باركت على عبادك الصالحين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين بإرضاء رحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقرأ باسم ربك الذي خلق. خلق الإنسان من علق. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. വേദിയിലുള്ള അഭിനന്ദരായ പ്രീ ഇസ്ലാമിക് സ്കൂളിന്റെ മാനേജ്മെന്റ് ഭാരവാഹികളെ, ഇന്നത്തെ പാരന്റിംഗ് ക്ലാസ്സിന് വന്നിട്ടുള്ള ബഹുമാന്യനായ അഷ്റഫ് അൻവർ സെക്രട്ടറി മാഷ്, തുടങ്ങിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, രക്ഷിതാക്കളെ, ടീച്ചേഴ്സ്, സഹോദരി സഹോദരന്മാരെ, കുട്ടികൾ, പരിപാടിയുടെ ഷെഡ്യൂളനുസരിച്ച് ആരിസ്കയാണ് സ്വാഗതം ആശംസിക്കേണ്ടത്. പെട്ടെന്നുണ്ടായ ഒരു ചേഞ്ചാണ്. അൽബീർ ഇസ്ലാമിക് ഹൈ സ്കൂൾ നമ്മുടെ നാട്ടിൽ ഏതാണ്ട് 8 വർഷത്തോളമായിട്ട് പ്രവർത്തിച്ചു വരികയാണ്. അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് പങ്കുവയ്ക്കുന്നതാണ്. ഈ നല്ല സംസ്കാരം നമ്മുടെ പുതിയ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുന്ന ഈ സംസ്കാരം അടുത്ത കൂടുതൽ കുട്ടികളിലേക്ക് ഈ സ്കൂളിലേക്ക് വരുത്താനൊക്കെയുള്ള നല്ല മാർഗമായിട്ട് ഇതിനെ കാണാവുന്നതാണ്. രക്ഷിതാക്കൾ ഇതിന്റെ നല്ല സന്ദേശവാഹകരായിട്ട് മാറണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് അൽബീർ സ്കൂളിന്റെ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ യൂസുഫ് പാലക്കൽ. അവരെ ആദ്യമായി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനനായ നമ്മുടെ മഹല്ലിന്റെ പ്രസിഡന്റ് വീരൻ കാജി അവர்களാണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിഷയാവതരണം നടത്തുന്ന
അസ്കർ അലി മാഷ് അൽബിർ സ്കൂളിലെ പാലക്കാട് തൃശ്ശൂർ ജില്ലകളുടെ കോർഡിനേറ്ററാണ്. അദ്ദേഹത്തെ ആദരവുമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ അൽബിർ സ്റ്റേറ്റ് ഫാക്കൽറ്റി അംഗം പാരന്റിന് വേണ്ടി വന്നിട്ടുള്ള അഷ്റഫ് അണ്ടോണ വേദിയിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന ബഹുമാനായ കരിമ്പ മഹല്ല് സെക്രട്ടറി അബ്ദുൽ നാസിർ സാഹിബ്, മഹല്ല് ട്രഷറർ PN എസ്ആർ സാഹിബ്, മൊയ്തീൻ ഹാജി ഹയാത്തുൽ ഇസ്ലാം സംഘം മദ്രസ കമ്മിറ്റിയുടെ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി ഹാരിസ് ഖാൻ, മുസ്തഫ ഹാജി ഹയാത്തുൽ ഇസ്ലാം സംഘം ഖജാൻജി, അതുപോലെ AM സുൽഫിക്കർ അലി. നമ്മൾ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാനുള്ളത് കഴിഞ്ഞ ദിവസം മഹലിന്റെയും മദ്രസ കമ്മിറ്റിയുടെയും എക്സിക്യൂട്ടീവ് ഈ ചടങ്ങിൽ ഉദ്ഘാടകമായ പ്രിയപ്പെട്ട വീരാ ഹാജി, ഇതിലൂടെ നമുക്ക് പാരന്റിങ്ങിന് വേണ്ടി അൽബിറിന്റെ ഫാക്കൽറ്റി അംഗം കൂടിയായിട്ടുള്ള എത്തിച്ചേർന്നുള്ള പ്രിയപ്പെട്ട അഷ്റഫ് അണ്ടോണ അവർ സ്കൂൾ എന്ന സംവിധാനം രാജ്യത്ത് പ്രാവർത്തികമാക്കിയപ്പോൾ 50 സ്ഥാപനങ്ങൾ മാത്രമാണ് തുടക്കത്തിലുണ്ടായിരുന്നതെങ്കിൽ ആ 50-ൽ ഒരു സ്ഥാപനമായി നമ്മുടെ സ്ഥാപനം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ നമുക്ക് ഈ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിജയകരമായ അൽബിർ ഇസ്ലാമിക് പ്രീ സ്കൂളിന് ശേഷം APS ക്ലാസ്സുകളിൽ 1, 2, 3, 4, 5 ക്ലാസ്സുകളിലായി ഈ കഴിഞ്ഞ അധ്യയന വർഷം 5-ാം ക്ലാസ്സിൽ കുട്ടികൾ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്ന വിശേഷം ഉണ്ടായിട്ടുണ്ട്. പ്രസിഡന്റ് വീരാ ഹാജി അവരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله صلى الله عليه وسلم وآله وصحبه وسلم. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, എൻ്റെ സുഹൃത്തു കൂടിയായ യൂസഫ് അലി ഫാറൂഖ്, ബഹുമാനപ്പെട്ടവരെ, മറ്റേ വേദിയിലിരിക്കുന്ന മഹല്ല് മദ്രസ അൽബിർ സ്ഥാപനത്തിൻ്റെ ഭാരവാഹികളെ, ഇവിടെ അതിഥിയായിട്ട് നമുക്കിവിടെ ഈ അൽബിറിൻ്റെ ക്ലാസ് എടുക്കാമെന്ന ബഹുമാനപ്പെട്ട അഷ്റഫ് അണ്ടോണ, ബഹുമാനപ്പെട്ടവരെ, എല്ലാവരെയും ആദ്യമായി ഞാൻ അതുപോലെ ഇവിടെ അൽബിറിൻ്റെ കുടുംബങ്ങളായ രക്ഷിതാക്കളായ സഹോദരന്മാരെ എല്ലാവരെയും ഞാൻ ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയനായ ഈ സംഘത്തിന്റെ അധ്യക്ഷൻ, പ്രിയപ്പെട്ട ചെയർമാൻ യൂസഫ് വാലക്കൽ, ഈ മഹലിന്റെ അധ്യക്ഷനും ഈ സംഗമത്തിന്റെ ഉദ്ഘാടകനുമായിട്ടുള്ള വീരാ ഹാജി, പ്രിയപ്പെട്ട മഹല്ല് സെക്രട്ടറി നാസർ സാഹിബ്, മദ്രസ സെക്രട്ടറി പ്രിയങ്കരനായ ഹാരിസ് സാഹിബ്, അതുപോലെ തന്നെ മദ്രസ കമ്മിറ്റിയുടെ ട്രഷറർ പ്രിയപ്പെട്ട മുസ്തഫ ഹാജി, ഈ അൽബിർ സംവിധാനങ്ങളുടെ കൺവീനറായി ഇന്നലെ അവരോധിതനായ പ്രിയപ്പെട്ട സുഹൃത്ത് സിദ്ദീഖ് സാഹിബ്, അൽബിർ സമിതിയുടെ പുതിയ ട്രഷററായിട്ട് ഇന്നലെ അവരോധിതനായ പ്രിയങ്കരനായ സുൽഫിക, മഹല്ല് സെക്രട്ടറി ട്രഷറർ PN അർസാഖ് സാഹിബ്, അതിലപ്പുറം ഇന്നത്തെ ഇനിയുള്ള 1.5 മണിക്കൂർ സമയം നമ്മളോട് സംവദിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള അൽബിറിന്റെ സംസ്ഥാന അക്കാദമിക് സമിതി അംഗവും പ്രശസ്ത ട്രെയിനറുമായ അഷ്റഫ് അണ്ടോണ തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള അൽബിറിന്റെ PTA ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള മാതാപിതാക്കൾ, വിദ്യാർത്ഥികൾ, അധ്യാപികമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഒരുമിച്ച് കൂടാൻ ഇഷ്ടപ്പെടുന്ന സ്വാലിഹായ കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുമാറാവട്ടെ. സാധാരണ ഒരു രക്ഷിതാവ് എന്നതിലപ്പുറം
ഇവരുടെ രക്ഷിതാവ് എന്താവണം എന്നതാണ് കൃത്യമായി നിങ്ങൾക്ക് മുന്നിൽ വരച്ച് കാണിക്കാൻ പോകുന്നത്. കൃത്യമായി പങ്കെടുക്കുകയും അതിൻ്റെ ഫീഡ്ബാക്ക് ഫോം വാങ്ങി അതിൽ കൃത്യമായി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി പൂർണ്ണമായി കഴിഞ്ഞ് സലാത്ത് ചെയ്തതിനു ശേഷം മാത്രമേ പിരിഞ്ഞു പോകാവൂ എന്നും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സംഗമത്തിൽ വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു. വാർത്തകളാണ് ഇവിടെ പാരന്റിംഗ് ക്ലാസ് ആണ് ആരംഭിക്കുന്നത്. മുമ്പ് ഇവരുടെ ആശംസകളുണ്ട്. ഔപചാരികതയ്ക്ക് വേണ്ടി മാത്രം ഇസ്ലാം സംഘം മദ്രസ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഹാരിസ്. അപ്പോൾ എല്ലാവരും ആശംസകൾ അറിയിച്ചതായി പറയുന്നു. ഇനി നമ്മുടെ വിലപ്പെട്ട സമയം الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى ال سيدنا محمد كما صليت على سيدنا ابراهيم وعلى ال سيدنا ابراهيم وبارك على سيدنا محمد وعلى ال سيدنا محمد كما باركت على سيدنا ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. بسم الله ما شاء الله كان ولا حول ولا قوة الا بالله العلي العظيم. ये ദുൽഹിജ്ജ 8-ാം ദിവസം എങ്ങനെ പാരന്റിംഗ് എങ്ങനെയാകാമെന്നതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി തൗഫീഖ് ഉണ്ടായത് തീർച്ചയായും ഒരു നിയോഗമായി കരുതുന്നു. അൽഹംദുലില്ലാഹ്. ഈ ശബ്ദം ക്ലിയർ ആണോ? ഒരു മൂക്കുണ്ടല്ലോ അല്ലേ? ചെറുതായിട്ട് ഇപ്പൊ റെഡിയാണോ? കേൾക്കണ്ട? ശരിക്കും മനസ്സിലാണോ? എല്ലാവരും ഒന്ന് സീറ്റിൽ നിന്ന് എഴുന്നേക്കാവോ? ഒരു അരമണിക്കൂറായി നമ്മൾ ഒരേ ഇരിക്കുന്നു. ഇതൊരു ഏകപക്ഷീയമായ പ്രഭാഷണ ശൈലി ആവാൻ സാധ്യതയില്ല. സാധാരണ പ്രസംഗത്തിന് പോകുന്ന ഒരു സുഖം ഈ ഒരു സെഷനിൽ ഉണ്ടാവില്ല. പ്രസംഗത്തിന് പോകുമ്പോൾ അടുത്ത ആളെ കയ്യിൽ ചെവി കൊടുത്തു വിട്ടാൽ മതി, തല വേണമെന്നില്ല. ചെവി കൂടെ വേറൊരാളെ കയ്യിൽ കൊടുത്തു വിട്ടാൽ മതി, അയാൾ കേട്ട് വരുമ്പോൾ തിരിച്ചു വാങ്ങിയാലും മതി. എന്നാൽ ഇവിടെ നമ്മള് ഇൻഷാ അല്ലാഹ് ചെവി കൊണ്ട് കേൾക്കുകയും തല കൊണ്ട് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു മണിക്കൂറാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും ഒരു ട്രെയിനിങ് സെഷൻ ആയതുകൊണ്ട് ഒരു ഏകപക്ഷീയമായ വൺ വേ മെത്തഡോളജിയിൽ നമ്മളെ നാട്ടിലെ റോഡ് പോകുന്നത് പോലെ അങ്ങോട്ടും പോകും ഇങ്ങോട്ടും വരും. അതാണ് നമ്മുടെ നാട്ടിലെ റോഡ്. വൺ വേ റോഡിന് പകരം അങ്ങോട്ട് സംസാരിക്കും, ഇങ്ങോട്ട് സംസാരിക്കുന്ന രീതിയാണ്. ഈ സ്റ്റേജിലുള്ളവർ എന്നേക്കാൾ മുതിർന്നവരൊക്കെ നിർബന്ധപൂർവ്വം ഞാൻ എഴുന്നേറ്റിട്ട് നിർത്തിയതല്ല, ഒരു സന്തുഷ്ടത്തിൽ നിന്നതാണ്. തീർച്ചയായും ഈ ഒരു കുറച്ച് സമയം, ഒരു മണിക്കൂർ നമുക്കൊന്ന് തല പ്രയോഗിക്കാം. എന്തിനെ കുറിച്ച് ആലോചിക്കാൻ? നമ്മളെ മക്കളെ കുറിച്ച് ആലോചിക്കാൻ. കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവും. ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ മറുപടി അറിയണം. എല്ലാം ശരിയുത്തരമാകണം എനിക്ക് നിർബന്ധമില്ല. കാരണം നമ്മളെ കൂടെ ഉണ്ടെന്ന് തോന്നാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഒരു നിൽപ്പിൽ ഈ സ്റ്റാർട്ടിന്റെ അടുത്ത് പ്രസംഗിക്കാൻ സത്യം പറഞ്ഞാൽ ആ ഒരു താല്പര്യത്തിലല്ല ഞാൻ ഏകദേശം 3 മണിക്കൂർ മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇതിൽ ഏറ്റവും ആദ്യം വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആള് ഞാനായിരിക്കും. 6:14 ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. 9:16 ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് തന്നിരുന്ന സമയം 9:30 സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അരമണിക്കൂർ ഉദ്ഘാടന സെഷൻ കഴിഞ്ഞാൽ 10 മണിക്ക് എന്റെ മൈക്ക് കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ ഇന്ത്യൻ റെയിൽവേയെ തോന്നിപ്പിക്കുന്ന വിധം എനിക്ക് മൈക്ക് കിട്ടിയത് 11 മണിക്കാണ്. 1.5 മണിക്കൂറായിരുന്നു ഞാൻ വിചാരിച്ചത്. 1.5 മണിക്കൂർ എന്നുള്ളത് 1 മണിക്കൂറാക്കി ചുരുക്കാൻ ആഗ്രഹിക്കുകയാണ്. 1 മണിക്കൂർ എല്ലാവരും തല അവിടെ തന്നെ വെക്കോ? എല്ലാവരുടെയും തല അവിടെ തന്നെ ഉണ്ടാവുമോ?
ഒരു കോൺഫറൻസ് സംസാരിക്കുമ്പോൾ ആരെക്കുറിച്ചാണ് നമ്മൾ പറയുമ്പോൾ പറഞ്ഞത്? ആരെക്കുറിച്ചാണ്? നമ്മളെ മക്കളെ കുറിച്ചാണ്. നമ്മൾ തീർച്ചയായിട്ടും പറയണം. ഏതോ മക്കളെ കുറിച്ചല്ല. ആരെ മക്കളെ കുറിച്ച്? നമ്മുടെ മക്കളെ കുറിച്ച്. അപ്പൊ ചോദ്യം, ആരാണ് ഈ മക്കൾ? മക്കൾ എന്നാൽ എന്ത്? മക്കൾ എന്നാൽ എന്ത്? ഡിഫൈൻ who is our children. ആരാണ് നമ്മുടെ മക്കൾ എന്ന് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നമ്മൾ ഉത്തരം പറയാം. ആരാണ് ഈ മക്കൾ? മക്കൾ എന്ന് പറഞ്ഞാൽ ആരാ? ആരാ? നമ്മൾ ആരോ ആണ്. എന്നൊന്ന് ഡിഫൈൻ ചെയ്ത് നോക്കൂ. ഈ മക്കളെ എങ്ങനെ വന്നതാണ്? പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്തിട്ട് കിട്ടിയതാണോ? പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്ത് വാങ്ങിയാണോ? അല്ലല്ലോ. അപ്പൊ ആരാണ് ഈ മക്കൾ എന്ന് ജസ്റ്റ് ഒരു ആലോചന നടത്തണം. ആരാണ് മക്കൾ? എന്താണ് ഖുർആന്റെ അധ്യാപനം? ഖുർആൻ പറയുന്നത് ഇസ്ലാമിക ധാരണയിൽ ഒരു മുസ്ലിമിന്റെ വിഷയം, ഒരു മുസ്ലിമിന്റെ പരിഗണനയിൽ ആരാണ് മക്കൾ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നമ്മളുടെ ഉത്തരം? ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ചെവി മാത്രം പോലെ തലയും വേണം. തല കൊണ്ട് ചിന്ത നടക്കുള്ളൂ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എന്തെങ്കിലും ഉത്തരം പറയും. ആരാണ് മക്കൾ? ആരാ മക്കൾ? ആരാ മക്കൾ? ആരൊക്കെ പറഞ്ഞു? എന്തോ ശരി ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഈ മക്കള്? സാധാരണ പറയുന്ന ഉത്തരമാണെങ്കിൽ അള്ളാഹുവിന്റെ അള്ളാഹു നൽകിയ സമ്മാനം. അള്ളാഹു നൽകിയ സമ്മാനം. പിന്നെ വേറെ എന്തെങ്കിലും ഉത്തരം ഉണ്ടോ? അമാനത്ത്. അള്ളാഹു നൽകിയ അമാനത്താണ്. അമാനത്ത് എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചേൽപ്പിച്ച വസ്തു. തിരിച്ചതേപോലെ വിശ്വസിച്ചേൽപ്പിച്ച വസ്തു അതേപോലെ മറ്റൊരു കേടും വരുത്താതെ എന്താക്കണം? തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് അമാനത്തിന്റെ അർത്ഥം. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? എന്താ അവസ്ഥ പറയുന്നത്? ദുനിയാവിന്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ അലങ്കാരമാണ് മക്കൾ. അല്ലെ? മക്കൾ അലങ്കാരമാണ്. അലങ്കാരമാണ്, അമാനത്താണ്, സമ്മാനമാണ്. ഈ മൂന്ന് ഉത്തരങ്ങളെ കൊണ്ട് നമുക്ക് തുടങ്ങാം. ആരാണ് മക്കൾ എന്ന് പറയുമ്പോ ഈ മൂന്ന് ഉത്തരവും ശരിയാണ്. മൂന്ന് ഉത്തരവും ശരിയാണ്. ആരാണ് മക്കള്? എന്ന് പറഞ്ഞത് അള്ളാഹു കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് അള്ളാഹുവിന്റെ സമ്മാനമാണ്. ഗിഫ്റ്റ് ഓഫ് ദ ഗോഡ്. ഗിഫ്റ്റ് ഓഫ് ദ ഗോഡ്. അള്ളാഹു നൽകിയ സമ്മാനമാണ് മക്കൾ. ഈ അള്ളാഹു നൽകിയ സമ്മാനം. പിന്നെ നേരത്തെ പറഞ്ഞ അമാനത്ത്. അമാനത്തിന്റെ പ്രത്യേകത എന്താ? അത് കേടുവരുത്താതെ തിരിച്ചു കൊടുക്കുന്നതാണ്. വിശ്വസിച്ചേൽപ്പിച്ച വസ്തുവിന്റെ സ്വഭാവം എന്താണ്? അതേപടി തിരിച്ചു കൊടുക്കണം. അതിലേക്ക് അള്ളാഹുലേക്ക് നമ്മൾ അതേപടിയാണോ തിരിച്ചു കൊടുക്കല്? അതിലേക്ക് നമുക്ക് വരാം. അതേപടി തിരിച്ചു കൊടുക്കേണ്ടതല്ലെന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്തു പോകാം. കുറച്ച് നമ്മൾ വീടുണ്ടാക്കുന്നത്, അങ്ങനെ പലതും, സമ്പത്ത് ഉണ്ടാക്കുന്നത്, അങ്ങനെ ഓരോന്നും അലങ്കാരമാണ് ജീവിതത്തിലെ. കുട്ടികൾ അലങ്കാരമാണ്. എപ്പോഴത് അലങ്കാരമാവുക? എങ്ങനെ അലങ്കാരമാകും? അലങ്കാരമാക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ ചർച്ച ചെയ്യണം. അപ്പോ അടിസ്ഥാനപരമായി മക്കൾ ആരാണെന്നുള്ള തിരിച്ചറിവിലാണോ നമുക്ക് മക്കൾ ഉണ്ടായത് എന്നതിനെ കുറിച്ചാണ് അടുത്ത ചോദ്യം. ഈ പറയപ്പെടുന്ന 3 പോയിന്റുകൾ മനസ്സിലാക്കിക്കൊണ്ടാണോ നമുക്ക് മക്കൾ ഉണ്ടായത്? അതല്ല, എങ്ങനെയാണ് മക്കൾ ഉണ്ടായത്? ഈ 3 സംഗതിക്ക് ഏതെങ്കിലും ട്രെയിനിങ് ആവശ്യമുണ്ടോ? അമാനത്ത് അതേപടി നിലനിർത്താൻ ആവശ്യമുണ്ടോ ട്രെയിനിങ്? പരിശീലനം. ട്രെയിനിങ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പരിശീലനം ആവശ്യമുണ്ടോ? കുട്ടികളെ ഒന്നാമത്തത് സമ്മാനമായി നിലനിർത്താൻ പരിശീലനം ആവശ്യമുണ്ടോ? ഇല്ലേ? ഉണ്ടോ? പരിശീലനം വേണ്ട, ഒന്നും വേണ്ട. അത് പരിശീലനം. നിങ്ങൾക്ക് കിട്ടിയ ഒരു സമ്മാനം എവിടെ വെക്കുക? നിങ്ങൾക്ക് കിട്ടിയ സമ്മാനം അതെങ്ങനെ പരിപാലിക്കാം? കുട്ടികളല്ലാത്ത വേറെ ഏതെങ്കിലും കിട്ടിയ ഒരു മെമ്മന്റോ അതല്ലെങ്കിൽ ഏതൊരു ഗിഫ്റ്റ്, സമ്മാനം നമ്മൾ എവിടെ സൂക്ഷിക്കുക? ഷോക്കേസിലാണ് സൂക്ഷിക്കുന്നത്. ഷോക്കേസിൽ സൂക്ഷിക്കാനുള്ള കാരണം എന്താണ്? എല്ലാവരും ആകർഷിക്കപ്പെടുന്ന വിധത്തിൽ മറ്റൊരു പരിക്കുമേൽക്കാതെ ഇതിനെ നിലനിർത്താൻ ഉചിതമായ സ്ഥലമാണെന്ത്? ഷോക്കേസ്. അപ്പോ അല്ലാഹു നമുക്ക് തന്നിരിക്കുന്ന ഈ
ഹിബത്തിനെ അതേപടി നിലനിർത്താൻ ഉചിതമായ വിധം പരിപാലിക്കപ്പെടുന്നതിന് കൃത്യമായ പരിശീലനം ആവശ്യമില്ലേ? തീർച്ചയായും ആവശ്യമുണ്ട്. എന്നാൽ നമ്മൾ ബാപ്പയും ഉമ്മയായത് ഏതെങ്കിലും പരിശീലനത്തിന്റെ അടിസ്ഥാനത്തിലാണോ? നമ്മൾ ഉപ്പയും ഉമ്മയും ആയത് ഏതെങ്കിലും പരിശീലനത്തിന്റെ അടിസ്ഥാനത്തിലാണോ? ഒരു ഡോക്ടർക്ക് നേരിട്ട് ഡോക്ടറുടെ കോഴ്സ് കഴിഞ്ഞതിന്റെ പിറ്റേന്ന് ജോലി ചെയ്യാനാവോ? ഇല്ല. അയാൾക്ക് എന്ത് വേണം? പരിശീലനം വേണം. ഒരു എഞ്ചിനീയർ അയാൾ എഞ്ചിനീയറിംഗ് വർക്ക് ചെയ്യണമെങ്കിൽ അയാളോട് നമ്മൾ ചോദിക്കും, how many years you have experience? എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്? ഏത് പ്രൊഫഷനിലായാലും നമ്മൾ ചോദിക്കും എത്ര വർഷം. ഒരു ടീച്ചർ നമ്മളോട് ചോദിക്കും എത്ര ടീച്ചർ ആണെങ്കിൽ എത്ര വർഷം എക്സ്പീരിയൻസ് ഉണ്ട്? എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് വാല്യൂ കൂടുകയാണ്. എന്നാൽ നേരെ തിരിച്ച് ഉപ്പയും ഉമ്മയാവാൻ ഞാനൊരു പെണ്ണന്വേഷിക്കുകയാണ്. അപ്പൊ പെണ്ണന്വേഷിക്കുന്ന സമയത്ത് ആ പെണ്ണിന്റെ ബാപ്പ പറയാം she have 2 years experience as a mother എന്ന് പറഞ്ഞാൽ ആ പെണ്ണിനെ ആരെയും കിട്ടുമോ? അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയെ കല്യാണാലോചന നടക്കുമ്പോ അദ്ദേഹത്തിന്റെ ആ ആൺകുട്ടിയുടെ പിതാവ് പറയാ he have 5 years experience as a father എന്ന് പറഞ്ഞാൽ അവിടെ എക്സ്പീരിയൻസ് ഉണ്ടാവുക എന്താണ്? ജീവരിച്ചാണ്. ആണോ? ഒരു പിതാവായി എന്ന് നേരത്തെ എക്സ്പീരിയൻസ് ഉണ്ടായാൽ അത് ജീവരിച്ചാണ്. ആണോ? ഒരു മാതാവായ കുട്ടി പരിചയമുള്ള കുട്ടീനെ ആരെയും കെട്ടുമോ? നിലവിൽ ഉമ്മത്തിന്റെ അവസ്ഥ ആരാലും കെട്ടാതെ പരിശീലനം ഉണ്ടാവുക എന്ന് പറഞ്ഞത് എന്താണ്? ഒരു മൈനസാണ്. പരിശീലനം ഇല്ലാതെ ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി. ആരെ പരിപാലിക്കുക എന്ന് പറഞ്ഞത് പരിശീലനമില്ലാതെ ചെയ്യുന്ന ഏർപ്പാടാണ്. നമ്മൾ മദർ ആയതും നമ്മൾ ഫാദർ ആയതും നമ്മൾ പേരന്റ് ആയതും യാതൊരു പരിശീലനവും ഇല്ലാതെയാണ്. എന്നാൽ പരിശീലനം ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏരിയയും ഏത് തന്നെ. കാരണം ഇതെന്താക്കണം? ഈ തന്നിരിക്കപ്പെടുന്ന ഈ സന്താനത്തെ പരിപാലിക്കപ്പെടണമെങ്കിൽ വളരെ കൃത്യമായ പരിശീലനം ആവശ്യമാണ്. നമ്മളുടെ സന്താന പരിപാലനത്തിലെ മോഡൽ മക്കളെ നോക്കാൻ നമ്മളൊരു മോഡലിനെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ? ആരുടെ മാതൃകയിലാണ് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്നത്? ആരുടെ മാതൃകയിലാണ് നമ്മളെ മക്കളെ നമ്മൾ വളർത്തുന്നത്? Who is the hero of my parenting? എന്റെ പാരന്റിങ്ങിന്റെ ഹീറോ ആരാണ് എന്ന ചോദ്യമാണ് അടുത്ത എനിക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ആരാണ് നമ്മളുടെ ഹീറോ? നമ്മൾ എങ്ങനെ മക്കളെ പോറ്റാണ്? നമുക്കൊരു മാതൃകയുണ്ടോ? മക്കളെ പോറ്റാൻ നമുക്ക് മാതൃകയുണ്ടോ? ആരാണ് മാതൃക? ആരാ? ഉത്തരം കൃത്യം കിട്ടുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്ന് മാതൃകയാണെന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ വളർത്തുന്നിടത്ത് സ്വാഭാവികമായും നമ്മളെ കുട്ടി നിസ്കാരപ്പായയിൽ വന്നു, നിങ്ങൾ സുജൂദ് ചെയ്യുന്നു, അവിടെ നിങ്ങളുടെ 3 വയസ്സുള്ള കുട്ടി നിങ്ങളെ പുറത്ത് കയറിയിരുന്നാൽ ഏതായിരിക്കും നമ്മളുടെ സമീപനം? എന്തായിരിക്കും പറയുന്നത്? ഏതായിരിക്കും നമ്മുടെ സമീപനം? ആ നിസ്കാരം കഴിഞ്ഞാൽ ആ കുട്ടിയുടെ നെടുമ്പുറം കാലിയാവും. ഇങ്ങനെയാണെങ്കിൽ നമ്മളുടെ മാതൃക ആരല്ല? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയല്ല. ഞാൻ അതിലേക്ക് വരും. എന്റെ മുമ്പ് തന്നെ നിങ്ങൾ പറഞ്ഞു വെച്ചുകൊണ്ടാണ്. നമുക്ക് മാതൃകകളില്ല. എന്തുകൊണ്ട്? നമ്മൾ മാതൃകകളെ പിൻപറ്റാനുള്ള താല്പര്യത്തിലല്ല നമ്മൾ വളർത്തുന്നത്. നമ്മളെ കുട്ടികളുണ്ടാവുന്നതും നമ്മളെ അടിസ്ഥാനപരമായി അതിന്റെ മുമ്പ് കുട്ടികൾ ഉണ്ടാവുന്നതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് കുട്ടികൾ ഉണ്ടാകുന്നത് എപ്പോഴാണ്? കുട്ടികൾ ഉണ്ടാകുന്നത് എപ്പോഴാണ്? കുട്ടികൾ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മളുടെ കുട്ടികൾ ഉണ്ടാവാൻ താല്പര്യപ്പെട്ടോ ചെയ്യുന്ന പ്രവർത്തനം ഏതാണ്? വിവാഹമാണ്. വിവാഹത്തിന് തയ്യാറെടുക്കുന്ന പുരുഷനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം എന്താണ്? വിവാഹത്തിന് തയ്യാറെടുക്കുന്ന
പുരുഷനോടുള്ള ആഹ്വാനം നീ നിന്റെ കുട്ടിക്ക് അനുയോജ്യനായ മാതാവിനെ തിരഞ്ഞെടുക്കുക എന്നതാണ് റസൂലുള്ളാഹിയുടെ ആഹ്വാനം. അതിന്റെ അർത്ഥം പാരന്റിംഗ് തുടങ്ങേണ്ടത് എപ്പോഴാണ്? വിവാഹം കഴിഞ്ഞിട്ടാണോ വിവാഹത്തിന് മുമ്പേയാണോ? വിവാഹത്തിന് മുന്നേ തുടങ്ങേണ്ടതാണ്. കാരണം വിവാഹം എന്ന് പറയുന്ന പ്രക്രിയ അടിസ്ഥാനപരമായി മുസ്ലിം ഉമ്മത്തിന്റെ വിവാഹം എന്ന പ്രക്രിയയുടെ താല്പര്യം തന്നെ എന്താ വിവാഹം എന്ന പ്രക്രിയയുടെ താല്പര്യം തന്നെ എന്തിനാ? വിവാഹം എന്നത് ഇസ്ലാം സുന്നത്താക്കിയത് എന്തിനാണ്? കുട്ടികൾ ഉണ്ടാവാനാണ്. എന്നാൽ ഇന്നത്തെ ഉമ്മത്തിലെ പെൺകുട്ടികളോടോ ആൺകുട്ടികളോടോ നമ്മൾ ചോദിക്കുക എന്തിനാ കല്യാണം എന്ന് വെച്ചാൽ എന്തായിരിക്കും ഉത്തരം? എന്തിനാ? കുട്ടികൾ ഉണ്ടാവാതിരിക്കാനാണ്. ആണോ? കുട്ടികൾ ഉണ്ടാവാതിരിക്കാനാണ് ഇന്നത്തെ ഉമ്മത്തിന്റെ അവസ്ഥയാണ്. നമ്മളുടെ കഴിഞ്ഞ തലമുറക്ക് അല്പമെങ്കിലും താല്പര്യം ഉണ്ടായിരുന്നു. ഇന്നത്തെ ഉമ്മത്തിന് എന്തായി? പൂർണ്ണമായും കല്യാണം എന്ന് പറയുന്നത് തന്നെ പറയാം, അത് അടിച്ചു പൊളിക്കാനുള്ളതാണ്. കല്യാണം എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിക്കാനുള്ളതാണ്. എന്തടിച്ചു പൊളിക്കുന്നു? ദീനും വിശ്വാസവും ഈമാനും എല്ലാം അടിച്ചു പൊളിക്കുന്ന പണിയാണ്. അടിച്ചു പൊളിക്കാന്ന് പറഞ്ഞാൽ 20 കൊല്ലത്തെ മുന്നേ മീനിങ് ആണോ ഞാൻ വെച്ചത്? അടിച്ചു പൊളിക്കാന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിക്കണം എന്ന് പറഞ്ഞാൽ തല്ലി പൊളിക്കണം, നശിപ്പിക്കണം എന്നാണ് 20 കൊല്ലം മുന്നേ ഉള്ള അർത്ഥം. എന്നാൽ ഇപ്പൊ അതിന്റെ അർത്ഥം എന്താ? എൻജോയ്മെന്റ് എന്നാണ്. നേരെ ഓപ്പോസിറ്റ് മീനിങ് ആണ്. ശരി, ഞാൻ അതിലേക്ക് വരാം. എന്നുള്ള താല്പര്യത്തിൽ ഇണചേരുന്നവർ ആകെ ആര്? മനുഷ്യജീവി മാത്രം. അപ്പൊ സ്വാഭാവികമായിട്ടും സംഭവിച്ചത് സ്വാഭാവികമായുമല്ല, അത് അറിഞ്ഞ് ചെയ്യേണ്ടതാണ്. അത് ഇബാദത്താണ്. അടിസ്ഥാനപരമായി ഇണചേരൽ ഇബാദത്താണെന്ന് വിശ്വസിക്കുന്ന വിശ്വാസത്തിന്റെ ഉടമസ്ഥരാണ് നമ്മൾ ഇസ്ലാമിസ്റ്റുകൾ അഥവാ മുസ്ലിങ്ങൾ എല്ലാവരും. ഇണചേരൽ ഇബാദത്താണ്. ഇണചേരൽ എന്റെ താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല, എന്റെ വിശ്വാസത്തിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അല്ല. ഉമർ റളിയല്ലാഹു അൻഹു വാക്കുണ്ട്, ഞാൻ എന്റെ ഭാര്യയുമായി ഇണചേർന്നത് അതിനു വേണ്ടിയാണ്. ഉമ്മത്ത് മുഹമ്മദിൽ ഒരംഗം അധികം ഉണ്ടാകണം എന്ന താല്പര്യത്തിലാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിക താല്പര്യവും നമ്മളുടെ ഈമാനിക താല്പര്യവും എത്ര അകലെയാണെന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ പിറക്കപ്പെടുന്ന കുട്ടി ഇണചേർന്നു, അണ്ഡവും ബീജവും പരസ്പരം ഒത്തുചേർന്നു. അവ ഗർഭാശയത്തിന്റെ ഭിത്തിയിൽ ഒട്ടിപ്പിടിച്ചു. ആ ഒട്ടിപ്പിടിച്ച വസ്തു സ്വാഭാവികമായും ഗർഭപാത്രത്തിൽ വളർന്ന് ആദ്യം അത് സിക്താണ്ഡമായി, അതിനുശേഷം ബീജവും അണ്ഡവും കഴിഞ്ഞ് സിക്താണ്ഡമായി, അതിനുശേഷം അത് എല്ലുകൾ കൊണ്ട് പൊതിയപ്പെട്ടു, മാംസ കഷ്ണമായി, അത് എല്ലുകൾ കൊടുത്ത് രൂപപ്പെടുത്തി. അങ്ങനെ മനുഷ്യ രൂപമായി ഏകദേശം 10 മാസത്തോളം അടുക്കുന്ന സമയം ഈ കുട്ടി 9 മാസവും 9 ദിവസവും 9 മണിക്കൂറും 9 മിനിറ്റും 9 സെക്കൻഡും ആവുമ്പോ ഗർഭാവസ്ഥയുടെ പൂർണ്ണ വളർച്ചയാണ്. ആ ഗർഭാവസ്ഥയുടെ പൂർണ്ണ വളർച്ച എത്തിയതിനു ശേഷം കുട്ടി പുറത്തേക്ക് വരുന്ന പ്രക്രിയക്ക് നമ്മൾ പറയുന്ന പേരാണ് എന്റെ ഭാര്യ പെറ്റു, അല്ലെങ്കിൽ എന്റെ മകൾ പെറ്റു എന്ന് പറയുന്ന ആ പ്രവൃത്തി. ഈ പെറ്റ ഉടനെ തന്നെ സ്വാഭാവികമായി നമുക്ക് ചില ബാധ്യതകളും കർത്തവ്യങ്ങളും ഉണ്ട്. എന്താണ്? നിലവിൽ ഉമ്മത്തിന്റെ നിലവിലെ അവസ്ഥ നോക്കൂ. നമ്മളെ ഇപ്പോഴത്തെ എനിക്ക് 3ാമത്തെ കുഞ്ഞുണ്ടായപ്പോ എന്റെ ഒരു സുഹൃത്തിനെ ഞാൻ വിളിച്ചു പറഞ്ഞു. അങ്ങനെ സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞപ്പോ ചോദിച്ച ചോദ്യമാണ് വരവോ ചെലവോ. വരവോ ചെലവോ. എന്താ വരവ് എന്ന് പറഞ്ഞ ആൺകുട്ടി, ചെലവോ? ആ സുഹൃത്തിനോട് ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. വരവെന്നും ചെലവെന്നും ഞാൻ മറുപടി പറഞ്ഞില്ല. അല്ലാഹു എനിക്ക് സമ്മാനമായിട്ടൊന്നും മറുപടി പറഞ്ഞു. അപ്പൊ ആ ഒരു വാക്ക് പ്രയോഗിച്ചതിന്റെ പേരിൽ ഇന്നും ആ സുഹൃത്തിനോട് എനിക്കൊരു വലിയ വേദനയാണ്. ആ ചോദ്യം ചോദിക്കാൻ പാടില്ലാത്തതായിരുന്നു എന്ന ഒരു വേദന. ആ ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യമാണ്. ഏത് വരവാണെന്നും ഏത് ചിലവാണെന്നും ആ തീരുമാനമെടുക്കേണ്ടത് ആരല്ല, അള്ളാഹുവിന്റെ സമ്മാനമാണ്. ഇനി അള്ളാഹുവിന്റെ സമ്മാനം പറഞ്ഞിട്ട് തന്നെ അള്ളാഹു പറയുന്നത് ആദ്യം കൊണ്ടുവന്നത് ആരെയാണ്? പെണ്ണിനെയാണ്. ഏത് സമൂഹത്തിലേക്ക്? സ്ത്രീ ജനിക്കപ്പെട്ടത് പെൺകുട്ടിയാണെന്ന് അറിഞ്ഞാൽ
ജീവനോടെ കുഴിച്ചു മൂടുന്ന താല്പര്യമുള്ള അറബ് സമൂഹത്തിലേക്കാണ് ആൺകുട്ടിയല്ല പെൺകുട്ടി ജനിക്കുന്നത് സമ്മാനമാണെന്ന് സന്ദേശവുമായി ഖുർആൻ ഇറങ്ങി വരുന്നത്. ആ ഒരു ഭാഗത്തെയാണ് ഞാൻ കൊണ്ടുവരുന്നത്. ജനിച്ച ഉടനെ നമുക്ക് കുറച്ച് കർത്തവ്യങ്ങളും ബാധ്യതകളും ഉണ്ട്. കുട്ടി ജനിച്ച ഉടനെ എന്താ നമ്മൾ ജനിച്ച ഉടനെ കുട്ടിക്ക് വേണ്ടി ചെയ്യേണ്ടത്? എന്താ ജനിച്ച ഉടനെ ചെയ്യേണ്ടത്? ബാങ്കു ഇഖാമത്തും കൊടുക്കണം. ബാങ്കു ഇഖാമത്തും കൊടുക്കണം. ബാങ്കു ഇഖാമത്ത് എന്തിനാ കൊടുക്കണേ? എന്തിനാ ബാങ്കു ഇഖാമത്ത് കൊടുക്കണേ? ഈ കുട്ടിയുടെ മാതാവിന്റെ ശരീരത്തിലേക്ക് കുട്ടിക്ക് ഒരു കണക്ഷൻ ഉണ്ട്. ഏതാണ് ആ കണക്ഷൻ? എന്താണ്? പൊക്കിൾ കൊടി. അത് മുറിച്ചു മാറ്റുമ്പോ കുട്ടിയുടെ ഹൃദയം നിശ്ചലമാവുകയാണ്. അത് മുറിച്ച് അതുവരെ മിടിപ്പ് വന്നത് എന്തിലൂടെയാണ്? പോഷകങ്ങൾ വന്നത്, അതേപോലെ ഭക്ഷണം എല്ലാം കിട്ടിയത് ഇതിലൂടെയാണ്, പൊക്കിൾ കൊടിയിലൂടെ. ഇത് മുറിച്ചു മാറ്റുമ്പോ കുട്ടിയുടെ ഹൃദയം നിശ്ചലമാകുന്നു. നിശ്ചലമായ ഈ ഹൃദയത്തെ ചലിപ്പിക്കാൻ ഒരു ശബ്ദത്തിന്റെ ഊർജം ആവശ്യമാണ്. ശബ്ദോർജം ആവശ്യമാണ്. ഈ ഊർജം കൊണ്ടാണ് കുട്ടിയുടെ ഹൃദയമെടുപ്പ് എന്ത് ചെയ്യേണ്ടത്? സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ആ കുട്ടി ആദ്യം കേൾക്കേണ്ട ശബ്ദം എന്താവണം? ആദ്യം കേൾക്കേണ്ട ശബ്ദം വാങ്കിന്റെ ഒന്നാമത്തെ പദം ഏതാ? അല്ലാഹ്. ഇഖാമത്തിന്റെ ഒന്നാമത്തെ പദം വലത് ചെവിയിലും ഇടത് ചെവിയിലും കുട്ടി കേൾക്കേണ്ട ആദ്യത്തെ ശബ്ദം ഏതാണ്? അല്ലാഹ് എന്ന് പറഞ്ഞ ശബ്ദമാണ്. നമുക്ക് ഉറപ്പുണ്ടോ നമ്മളെ കുട്ടി ആദ്യം കേട്ട ശബ്ദം അല്ലാഹ് ആണെന്ന്? കഴിഞ്ഞ തലമുറക്കാർക്ക് ആസ്വദിക്കാം. അവർ കാരണം ജനിക്കപ്പെട്ടത് എവിടെയാണ്? അവരെ വീട്ടിലാണ്. വീട്ടിൽ ഉമ്മക്ക് എന്തിന് പ്രസവ വേദന വന്നു എന്ന് കേൾക്കുമ്പോ എല്ലാ പെൺകുട്ടികളോടും അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ സാധു സ്ത്രീകളെല്ലാം കൂടി വന്നിട്ട് എന്ത് പാരായണം ചെയ്തിരുന്നു? നബീസത്ത് പോലെ പാരായണം ചെയ്തിരുന്നു, സൂറത്തുൽ മറിയം ഓതിയിരുന്നു. ആ ഒരു താല്പര്യത്തിൽ ജനിച്ച കുട്ടി ആദ്യം കേട്ട ശബ്ദം എന്ത് തന്നെ? അല്ലാഹയാണ്. എന്നാൽ നമ്മളെ കുട്ടികൾ ആദ്യമായിട്ട് കേൾക്കുന്നത് ഹെഡ് നേഴ്സിന്റെ തെറിയാണോ അല്ലയോ എന്ന് ഉറപ്പില്ല. കാരണം നമ്മളെ കുട്ടി പ്രസവിക്കപ്പെട്ടത് എവിടെയാണ്? ഹോസ്പിറ്റലിലെ ലേബർ റൂമിലാണ്. ഏത് ശബ്ദമാണ് ആദ്യം കേട്ടത് നമുക്ക് ഉറപ്പില്ല. പിന്നെ ഒരു സമാധാനത്തിന് കുട്ടിനെ ഇങ്ങോട്ട് കിട്ടിയിട്ട് നമ്മളെ വക സ്പെഷ്യൽ ആയിട്ട് ഒരു വാങ്ങിക്കാമതും കൊടുക്കുകയാണ്. അല്ലാഹ് കേൾക്കാത്തതാണ് നമ്മളെ ഉമ്മത്ത് അല്ലാഹുവിന് നഗരാനുള്ള കാരണം എന്ന് ഞാൻ ചിന്തിച്ചാൽ നിങ്ങൾ ആ ചിന്തയുടെ കൂടെ വരുമോ? ശരിയായിട്ട് തോന്നുന്നുണ്ടോ? നമ്മളെ ഉമ്മത്തിലെ കുട്ടികൾ അല്ലാഹുവിൽ നിന്ന് അകന്നതിന്റെ കാരണം അല്ലാഹ് കേട്ടുകൊണ്ട് തുടങ്ങേണ്ട കുട്ടി അതല്ലാത്ത ശബ്ദം കേട്ടുകൊണ്ട് തുടങ്ങിയതാണോ നമ്മളുടെ ഉമ്മത്തിലെ കുട്ടികൾ അല്ലാഹുവിൽ നിന്ന് അകന്നത് എന്ന് ആലോചിക്കാൻ വകുപ്പുണ്ടോ? ഇനി നമ്മളെ മുന്നിൽ പ്രസവിക്കപ്പെടുമ്പോ അല്ലാഹു അക്ബർ എന്ന ധൈര്യപൂർവ്വം പറയാൻ ശേഷിയുള്ള ഡോക്ടർ ഉണ്ടാകണമെന്ന താല്പര്യത്തിലാണ് ഈ സംവിധാനം തുടങ്ങി വെച്ചത്. മനസ്സിലാണ്ടോ? അതിലേക്ക് ഞാൻ വരാം. കുറച്ച് ദീർഘിച്ചു കൊണ്ട് ആമുഖം. പക്ഷെ ഇത് കണക്ട് ചെയ്യാതെ അവസാനം അത്ഭുതം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ്. ജനിച്ച കുട്ടി ആദ്യം കേൾക്കേണ്ട ശബ്ദം അല്ലാഹയാണ്. അത് കേട്ടില്ല. ഇനി കേൾപ്പിക്കേണ്ട ഇടത്ത് എങ്ങനെയൊക്കെ കേൾപ്പിക്കാൻ കഴിയുമെന്ന ആലോചനയിൽ നിന്ന് പറഞ്ഞതാണത് അൽബിർ എന്ന സിസ്റ്റം. എവിടെയൊക്കെ അല്ലാഹുവിനെ കേൾപ്പിക്കണം എന്നതിനെ കുറിച്ച് ഇനി നമ്മൾ കഴിഞ്ഞ 2008 മുന്നേ 2016 മുന്നേ കേരളത്തിലെ നിലവിലെ അവസ്ഥ എന്തായിരുന്നു? KG ക്ലാസ്സുകളിലേക്ക് ചെന്നു ചേരുന്ന കുട്ടിക്ക് എന്ത് കേൾക്കാൻ അവസരമില്ല? അല്ലാഹ് കേൾക്കാൻ അവസരമില്ല. പകരം കേട്ടിരുന്നത് ഡാഡി മമ്മി വീട്ടിലില്ല, ലജ്ജാവതി എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളാണ്. അതിന് പകരം ഇവിടെ കുട്ടി അല്ലാഹുവിനെ കേൾപ്പിക്കണം. അവിടെ നമ്മള് ഒന്നാമത് പാടുന്ന പാട്ട് യാ ഖാലിഖൽ ഖൗനൈനി. എന്താ ടീച്ചറെ വരി? യാ ഖാലിഖൽ ഖൗനൈനി യാ ബാരിഅൽ ജിൻസൈനി ലക്കൽ ഹംദു യാ അല്ലാഹ് ലക്കശ് ശുക്രു യാ അല്ലാഹ്. ആദ്യം എന്ന കുട്ടി പാടുന്ന പാട്ട് അതാണ് നമ്മൾ സെറ്റ് ചെയ്തത്. ഇത് മനഃപൂർവ്വം കുട്ടികളിൽ അല്ലാഹുവിൽ നിന്ന് അകന്ന കുട്ടിയെ എന്തിലേക്ക് തന്നെ അടുപ്പിക്കണം? അല്ലാഹുവിലേക്ക് തിരിച്ചടുപ്പിക്കണം. അതിന് താല്പര്യപൂർവ്വം ചെയ്തു വെച്ച പ്രവർത്തനമാണ്. അപ്പൊ ഓർമ്മയില്ല. പിന്നെ നിങ്ങൾ കുട്ടികളൊക്കെ വെറുതെ കളവ് പറഞ്ഞ പോട്ടെ. നിങ്ങളെ കുട്ടി 1 വയസ്സായപ്പോ പിന്നെ എത്ര നീളമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു തരുമോ? 1 വയസ്സായപ്പോ എത്ര നീളം ഉണ്ടായിരുന്നു?
കോട്ടെ 3 മാസമായപ്പോ എത്ര നീളുണ്ടായിരുന്നു? ഇവര് വെറുതെ പറയാ കുട്ടികളെ നോക്കി, നിങ്ങൾ നോക്കിയില്ല. നിങ്ങളോട് എപ്പോഴും പറയാ കുട്ടികളെ നോക്കി കഴിഞ്ഞല്ലേ? ഓല് നോക്കിയില്ല, വെറുതെ പറയാം. നിങ്ങളെ കുട്ടി ആദ്യമായിട്ട് നിങ്ങൾ ഉമ്മാന്ന് വിളിച്ച ദിവസം നിങ്ങൾക്ക് ഓർമ്മയില്ല. ഈ നിങ്ങളെ കുട്ടിക്ക് 1 വയസ്സായപ്പോ കുട്ടീന്റെ നീളം എത്ര നോക്കിയില്ല. കോട്ടെ ചെറുവരിൽ എത്ര സെന്റിമീറ്റർ നീളുണ്ടായിരുന്നു? എപ്പോഴും കയ്യിലുണ്ടാകുന്ന വരലല്ലേ? കുട്ടി 1 വയസ്സായപ്പോ. കോട്ടെ 2 വയസ്സായപ്പോ എത്ര നീളുണ്ടായിരുന്നു? എത്ര സെന്റിമീറ്റർ നീളുണ്ടായിരുന്നു ചെറുവിരലിന്? അപ്പോഴും നോക്കിയില്ലല്ലേ? സത്യത്തിൽ നിങ്ങൾ കുട്ടികളെ നോക്കിയിട്ടില്ല. കുട്ടികളെ നോക്കേണ്ട വിധം നോക്കിയിട്ടില്ല. കുട്ടികൾ സ്വയം വളർന്നതാണ്, ആണോ അല്ലേ? കുട്ടികൾ സ്വയം വളർന്നതാണ്. ഈ സ്വയം വളർച്ചയിൽ ഏത് വിധത്തിൽ വളർന്നു എന്നതിനെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടി ഒരു ഹദീസ് നമുക്ക് കണക്ട് ചെയ്യാം. കുട്ടി ജനിക്കുന്നത് എങ്ങനെയാണ്? കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ കുട്ടിയും ജനിക്കുന്നത് ശുദ്ധ പ്രകൃതിയിലാണ്. ഫഅബവാഹു, അവന്റെ മാതാപിതാക്കളാണ് അവനെ എന്താക്കുന്നത്? യുഹവ്വിദാനിഹി, ജൂതനാക്കുന്നത്. ഔ യുനസ്സിറാനിഹി, അവനെ ക്രിസ്ത്യാനിയാക്കുന്നത്. ഔ യുമജ്ജിസാനിഹി, അവന്റെ അഗ്നി ആരാധകനാക്കുന്നത്. ഈ കുട്ടി സ്വാഭാവിക വളർച്ച സംഭവിക്കുമ്പോ കുട്ടിയിൽ എന്തുണ്ട്? എല്ലാ നന്മകളും ഓൾറെഡി സെറ്റിൽഡ് ആണ്. അതിന് ഉദാഹരണം ചോദിച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാനാവും. നിങ്ങളെ കുട്ടി നിങ്ങൾ 3 മാസ കാലയളവ് മുതൽ അല്ലെങ്കിൽ ജനിച്ച അന്ന് മുതൽ പ്രഭാത സമയത്ത് തഹജ്ജുദിന്റെ സമയത്ത് ഉണർന്നിട്ടുണ്ട് ഉണ്ടല്ലേ? ഉമ്മമാരെ പറയണ്ടേ? തഹജ്ജുദിന്റെ സമയം ഉണർന്നിട്ടുണ്ട് ഉണ്ടല്ലേ? ആ ഉണർന്ന സമയത്ത് നിങ്ങൾ പാല് കൊടുത്തി ഉറക്കിയോ അല്ലെ ഉണർത്തിയോ? ഉറക്കിയോ ഉണർത്തിയോ? ആരാ നാശാക്കിയത് കുട്ടീനെ? ഉമ്മയാണ് നാശാക്കിയത്. കുട്ടിക്ക് അറിയാം തഹജ്ജുദിന്റെ സമയത്ത് ഉണരാൻ. തഹജ്ജുദിന്റെ സമയത്ത് ഉണരാത്ത ഏതെങ്കിലും മക്കളുണ്ടോ? ഒന്ന് പറയും. ഈ കൂട്ടത്തിൽപ്പെട്ട ഒറ്റ കുട്ടി പോലും 3 മാസമായെന്ന് തഹജ്ജുദിന്റെ സമയത്ത് ഉണരാത്ത ഒറ്റ കുട്ടി ഉണ്ടാവില്ല. ഈ കുട്ടികളുടെ കൂട്ടത്തിൽ ഉണ്ടാവോ? ഉണ്ടാവില്ല. ആരാ നശിപ്പിച്ചത് മക്കളെ? റസൂൽ വെറുതെ പറയില്ല, മാതാപിതാക്കളാണ് നശിപ്പിച്ചത്. തഹജ്ജുദിന്റെ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തു? കുട്ടിയെ ഉറക്കി. ഉറക്കരുത്, ഉറക്കരുത്, ഉണർത്തണം, ഉണർത്തണം. ഉണർത്തേണ്ട സമയമാണത്. പ്രഭാതത്തിൽ ഉണർന്നു. ആ ഉണർച്ച നിലനിർത്തുകയായിരുന്നു വേണ്ടത്. അതിന് പകരം നമ്മൾ എന്താക്കി? അവനെ ഉറക്കി. സ്വാഭാവിക വളർച്ചയിൽ സംഭവിക്കുമ്പോൾ ചെയ്യേണ്ടത് അതായിരുന്നു. പക്ഷേ നമ്മൾ ശുദ്ധ പ്രകൃതിക്കെതിരെ നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങുന്നു. നമ്മളെ പേരന്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ പേരന്റിംഗ് ഒരിക്കലും എന്തല്ല, ശുദ്ധ പ്രകൃതിയെ നിലനിർത്തുന്ന വിധത്തിലല്ല. നിങ്ങൾ ചെറിയ കുട്ടിക്ക് കഥ അറിഞ്ഞിട്ടുണ്ടോ? ബുദ്ധിയുള്ള ജീവി കാക്കയാണ്. നമ്മൾ ഉസ്താദാണ് കാക്ക, ആണോ? എന്റെ വീട്ടിൽ ഇപ്പൊ മക്കള് കാക്കയെ വിളിക്കലില്ല, ഉസ്താദേനെ വിളിക്കല്. ഏതാ ഉസ്താദ്? എപ്പോഴാ ഉസ്താദായത്? എപ്പോഴാ? പണ്ടൊരിക്കൽ ഹാബീലും കാബീലും തമ്മിൽ അടികൂടിയില്ലേ? അടികൂടി ഒരാൾ മരിച്ചില്ലേ? മരിച്ചപ്പോ ഇനെന്താക്കണം? ഈ മൃതദേഹത്തെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആർക്ക്? ഹാബീലിന് അറിയില്ല. അങ്ങനെ അറിയില്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ അവിടെ വേറെ ഒരു ഉസ്താദ് പാറി വന്നു. അതാ ഉസ്താദ് കാക്ക. സൂറത്തുൽ മാഇദയിലെ മനോഹരമായ കഥ പറയുന്നുണ്ട്. ഈ മനോഹരമായ കഥയില് മക്കൾക്ക് പറഞ്ഞിട്ടപ്പോ ഇപ്പൊ മക്കള് കാക്കയെ എന്ന് വിളിക്കാറില്ല. കാക്കയെ എന്ന് ബഹുമാനപൂർവ്വം വിളിക്കുന്ന പേരിലല്ലാതെ കാക്കയെ ഒരു പൊട്ടനായി വിളിക്കാറില്ല. നമ്മളാണ് കാക്കയെ കുട്ടിയിൽ പൊട്ടനാക്കി ചിത്രീകരിച്ചത്. സത്യത്തിലും കാക്ക ആരാണ്? സത്യത്തിലും കാക്ക നമ്മളുടെ ഉസ്താദാണ്. ലോകത്തെ ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യൻ കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിയുള്ള ജീവി ഏതാ? കാക്കയാണ്. കാരണം മനുഷ്യന്റെ ഉസ്താദാണല്ലോ, മനുഷ്യന്റെ ഉസ്താദാണ്. അപ്പൊ ഞാൻ എന്റെ ഇടയിൽ പറഞ്ഞതാണ്. അപ്പൊ ഇങ്ങനെ നമ്മളെ വക കുറെ എന്തുണ്ട്? തെറ്റിദ്ധാരണകളും കളങ്കവും ആരെ വക മക്കൾ ഇട്ടുകൊടുക്കുകയാണ്, നമ്മളെ കുട്ടിയിൽ ഇട്ടുകൊടുക്കുകയാണ്. നമ്മളെ കുട്ടി വീട്ടിൽ പ്രയോഗിക്കുന്ന പ്രയോഗ രീതിയാണ് ആരെ വിളിക്കുന്നത്? അവന്റെ സുഹൃത്തിനെ വിളിക്കുന്നത്. ചില സ്കൂളുകളിൽ സ്ഥിരമായി വരുന്ന ഒരു പരാതിയാണ്, ഇവൻ 4 കാലുള്ളതിന്റെ പേരൊക്കെ ആരെ വിളിക്കുന്നു? കുട്ടികളെ വിളിക്കുന്നു എന്ന പേര് പരാതി. നോക്കുമ്പോ ടീച്ചർ കേസ് സ്റ്റഡി നടത്തി നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഈ 4 കാലുള്ളതിന്റെ പേര് തന്നെയാണ് ആ വീട്ടിലെ അമ്മ ഭർത്താവിനെ വിളിക്കുന്നത്. ഇത് എവിടുന്ന് സംഭവിക്കുന്നതാണ്? നമ്മളിൽ നിന്ന് സംഭവിക്കുന്നതാണ്. കുട്ടിയുടെ ഫിത്റത്ത് നിലനിർത്തലാണ് നമ്മളുടെ പണി. നമ്മൾ എന്താക്കലല്ല, അതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പറഞ്ഞപ്പോൾ ആ ഹദീസിന്റെ തുടക്കത്തിൽ ഒരിക്കലും മുസ്ലിം ആക്കുന്നത് മാതാപിതാക്കളാന്ന് പറഞ്ഞില്ല, ജൂതനും ക്രിസ്ത്യാനിയും ആക്കുന്നെന്ന് പറഞ്ഞു, ആരാക്കുന്നെന്ന് പറഞ്ഞില്ല, മുസ്ലിം ആക്കുന്നെന്ന് പറഞ്ഞില്ല. കാരണം ലോകത്ത് ജനിക്കുന്ന എല്ലാ കുട്ടിയും ജനിക്കുന്നത് എന്തായിട്ടാണ്? മുസ്ലിം ആയിട്ടാണ്, അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ടാണ്. ആരാ നശിപ്പിക്കുന്നത്? മാതാപിതാക്കളാണ്. നശിപ്പിക്കുന്ന പണിയെടുക്കാതിരിക്കുക, കുട്ടിയുടെ ഫിത്റത്ത് നിലനിർത്തുക. ഇനി നിങ്ങൾ 3.5 വയസ്സ് വരെ നല്ലോണം നോക്കി നിങ്ങൾ പറഞ്ഞു, നോക്കിയതിന്റെ നിലവാരം എന്താണെന്ന് നമ്മൾ പരിശോധിച്ചപ്പോ എല്ലാരെയും കൂടി ഭർത്താക്കന്മാർ ഇവിടെ ഇല്ലാതെ ഭാഗ്യോ, അഥവാ എല്ലാരും കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ വീട്ടിൽ പോയിട്ട് അടിക്കുക ഒരു കാരണം അതാകുമായിരുന്നു പറഞ്ഞില്ല. പക്ഷേ ഇജി നോക്കിയതിന്റെ നിലവാരം ആ മാച്ച് ചോദിച്ചപ്പോഴാണ് തിരിയുന്നതെന്ന് ഇപ്പോ മനസ്സിലായി. എല്ലാരെയും കൂടിയും ഭർത്താക്കന്മാർ ഇവിടെ ഇല്ലാതെ നന്നായിരുന്നപ്പോ ഓര് പറയും അൽഹംദുലില്ലാ പറഞ്ഞു നമ്മള്. ശരി പോട്ടെ. ഇങ്ങനെ കുട്ടിയെ സ്വാഭാവിക വളർച്ചയിൽ വളരാൻ അനുവദിക്കുകയാണ്. നമ്മൾ കളങ്കം നിക്ഷേപിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യാണ്? കളങ്കം നിക്ഷേപിക്കുകയാണ്. ഫിത്റത്ത് നിലനിർത്തലാണ് പണി. അങ്ങനെ 3.5 വയസ്സ് വരെ നിങ്ങളാണ് ആ കുട്ടീനെ നോക്കിയത്. 3.5 വയസ്സ് വരെ നിങ്ങൾ കുട്ടിയുടെ വളർച്ചയുടെ എത്ര ശതമാനം സംഭവിച്ചു കഴിഞ്ഞു? കുട്ടിയുടെ ഭൗതിക വികാസത്തിന്റെ 50% ഈ 3.5 വയസ്സ് കാലയളവിനുള്ളിൽ സംഭവിച്ചു കഴിഞ്ഞു. അതാണെങ്കിലോ നമ്മൾ ഒരു പരിശീലനവും ഇല്ലാതെ അവനാണ് തോന്നിയ പോലെ അല്ലേ സത്യത്തിലും പോറ്റിയത്. ഏറ്റവും പുണ്യദിനമായ ഇന്ന് യൗമുൽ തർവിയയിൽ നമുക്ക് മാതൃക തിരയാം. ആരിലെ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലെ. നമ്മളെ കുട്ടിയെ നമ്മൾ റോഡിലേക്ക് ഇറങ്ങുമ്പോ വീഴുമോ എന്ന് ഭയപ്പെടുന്ന സമയത്ത് അത്രമാത്രം ഭയമുള്ള നമ്മളാണെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെ ഉപേക്ഷിച്ച് പോവുകയാണ്. എവിടെ? മകനെയും ഭാര്യയെയും. എവിടെ? വെള്ളമില്ലാത്ത, കൃഷി മുളക്കാത്ത കൊടും മരുഭൂമിയിൽ ഉപേക്ഷിച്ചു പോകുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒറ്റ പ്രാർത്ഥനയാണ് നടത്തുന്നത്. റബ്ബി ഇന്നി അസ്കൻതു ദുർരിയതൻ ഫീ വാദിൻ ഗൈരി ദീ സറ. ഒരു പ്രദേശത്ത് ഞാനിതാ അവരെ താമസിച്ച് പോവുകയാണ്. എന്തായിരുന്നു നിയ്യത്ത്? നമ്മുടെ മക്കളെ പോറ്റിയതിന്റെ ലക്ഷ്യവും ഇബ്രാഹിം നബിയുടെ മക്കളെ പോറ്റിയതിന്റെ ലക്ഷ്യവും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇബ്രാഹിം നബി മക്കളെ പോറ്റിയതിനാണ് എന്തിനാ? നിസ്കാരം നിലനിർത്താൻ. എന്നാണ് അല്ലാഹു പറഞ്ഞത്. അതേപോലെ ആശയം പറയാം. പിന്നെ മനുഷ്യരുടെ ഹൃദയം അവരിലേക്ക് എന്ത് ചെയ്യപ്പെടണം? അവരിലേക്ക് സ്നേഹ വായ്പോടെ ചെന്ന് ചേരണം. ലോകത്ത് നോക്കൂ, ഇന്നത്തെ മക്കയുടെ, ഇന്നത്തെ മിനയുടെ, ഇന്നത്തെ മുസ്ദലിഫയുടെ, ഇന്നത്തെ അറഫാത്തിന്റെ മനോഹരമായ ദൃശ്യത്തേക്ക് ഒന്ന് ജസ്റ്റ് കണ്ണോടിച്ച് നോക്കൂ. അവിടെ ലോകത്തുള്ള സർവ്വ മനുഷ്യരും നമ്മളും ഈ ഇരുന്നിടത്ത് കൊതിക്കുന്നത് എന്താണ്? ഞാനും അവിടെ കൂടിയിരുന്നെങ്കിൽ എന്നാണ് ആഗ്രഹിക്കുന്നത്. അത്രക്ക് മനോഹരമായ മാനവികയുടെ സന്ദേശം അവിടേക്ക് ചെന്ന് ചേർന്നത് ഇബ്രാഹിം നബിയുടെ സന്താന പരിപാലനത്തിന്റെ ആ ലക്ഷ്യം അതായതുകൊണ്ടാണ്. നിങ്ങളെ കുട്ടിയെ നിങ്ങൾ നന്നാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ നശിപ്പിച്ചിട്ടുണ്ട്. രണ്ടിലേതോ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങളെ പണി എന്താണെന്നാ പറയാൻ പോണത്. ഇൻഷാ അല്ലാഹ് ആ ബ്രേക്കിന് ശേഷം പറയാം. ചായ കുടിച്ചു. നമ്മൾ പൊതുവെ ഒരു മുഅ്മിനായ മുസ്ലിമായ മനുഷ്യന്റെ ആഗ്രഹവും നീയത്തും എല്ലാം ആരിലേക്കായിരിക്കും? അല്ലാഹുവിലേക്കും റസൂലിലേക്കും ആയിരിക്കും. അപ്പൊ നിങ്ങളെ കുട്ടിയെ പ്രൈമറിയിൽ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിയിൽ അല്ലെങ്കിൽ MBBS പോലത്തെ ഏത് കോഴ്സിന് ചേർക്കുമ്പോഴും നമ്മളുടെ നീയത്ത് എന്താവണം? നീയത്ത് കറക്റ്റ് ആയില്ലെങ്കിൽ അത് ധാർമ്മികമായി യാതൊരു പ്രതിഫലാർഹമായ ഒരു അമലായി തീരൂല. കാരണം എല്ലാ അമലും എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അപ്പൊ മക്കളെ വളർത്തുന്നതും പോറ്റുന്നതും പരിപാലിക്കുന്നതും അവർക്ക് വിശ്വാസപരമായ സംഗതികൾ പറഞ്ഞു വെക്കുന്നതും പഠിപ്പിക്കുന്നതും എല്ലാം ഇലാഹിയായ ഒരു താല്പര്യത്തിലാവുക എന്ന നീയത്തിലാവണം നമ്മളുടെ കുട്ടിയെ നമ്മൾ വിദ്യാലയത്തിലേക്ക് പറഞ്ഞു വെക്കേണ്ടത്. ഒരു അത്ഭുതകരമായ ഒരു സന്ദേശമുണ്ട് ഇസ്ലാമികമായി. ഒന്ന്, വിദ്യാർത്ഥിയുടെ പേനയിൽ നിന്ന് ഉറ്റിവീഴുന്ന മഷിത്തുള്ളിയും അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന പോരാളിയുടെ രക്തത്തുള്ളിയും സമമാണ് എന്ന വചനം എത്രമാത്രം ആലോചിക്കേണ്ട വചനമാണ്. എന്തുകൊണ്ട് ഈ കുട്ടി ഇലാഹിയായ സംസ്കൃതിയിലേക്ക്
ചെന്നെത്തുന്ന വിദ്യാഭ്യാസത്തെ പരിചയപ്പെടുമ്പോൾ മാത്രമേ ഏത് പ്രതിഫലം ലഭ്യമാകൂ? ജിഹാദിന്റെ സമയത്ത് അല്ലെങ്കിൽ പോരാളിയുടെ രക്തത്തുള്ളിയുടെ അതേ പ്രതിഫലം ലഭ്യമാകണമെങ്കിൽ നമ്മളെ നിയ്യത്ത് എന്താവണം? അള്ളാഹുവിലേക്കുള്ള ഇലാഹിയായ നിയ്യത്താവണം. അപ്പൊ നിങ്ങൾ ആ നിയ്യത്തിൽ ചേർത്തു. വേറെന്തൊക്കെ നിയ്യത്തിൽ ചേർത്തവര് മാറ്റി നിയ്യത്തെക്കണേ. വേറെന്തൊക്കെ നിയ്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിയ്യത്തിൽ ചേർത്ത് പോയവർ മാറ്റി നിയ്യത്തൊക്ക. അങ്ങനെയല്ലേ ഉസ്താദേ? കഫാറത്ത് അങ്ങനെയല്ലേ? ശരി, മാറ്റി നിയ്യത്തൊക്ക. എന്നിട്ട് ഉറച്ചോട്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാ. നിയ്യത്ത് മാറ്റാനുള്ള വഴി അതാണ്. ശരി. അപ്പൊ ഈ കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? അൽബിർ സിസ്റ്റം എന്ത് ചെയ്യുന്നു? നിങ്ങൾ ചേർക്കുമ്പോ പലരും സാധാരണ പറയുന്ന ഒരു ആഗ്രഹമാണ് കുട്ടി മതപരമായ വിദ്യാഭ്യാസം നുകരണമെന്ന് പറയും. സാധാരണ ആഗ്രഹം പറയുന്നത് നമ്മളെ മക്കളെ നിങ്ങൾ ചേർക്കുമ്പോൾ ആഗ്രഹം പറയണ്ടേ? പിന്നെന്ത് പഠിപ്പിക്കണം? ഇംഗ്ലീഷ്, മലയാളം, മാത്സ്, EVS ഒക്കെ പഠിപ്പിക്കണം. അത് പഠിപ്പിക്കണം. പഠിപ്പിക്കണം. ഇതൊക്കെ പഠിപ്പിക്കണമെങ്കിൽ അടുത്ത് പഠിച്ചവരുടെ അടുത്ത് വല്ല കൂലി കിട്ടുമോ? ഇംഗ്ലീഷ് പഠിച്ചാൽ പഠിച്ചവരുടെ അടുത്ത് കൂലി ഉണ്ടോ? നിങ്ങളെ വീട്ടിൽ വന്ന കുട്ടി അങ്ങനെ ആ പാട്ട് പാടി അള്ളാഹിന്റെ അടുത്ത് വല്ല കൂലി കിട്ടുമോ? ഇല്ല. കിട്ടില്ല. കിട്ടും? കിട്ടൂല. കിട്ടും? കിട്ടൂല. പണ്ടൊക്കെ പറഞ്ഞ പോലെ ഉണ്ടില്ല. കിട്ടും കിട്ടില്ല പറഞ്ഞ ഉണ്ട് ഉണ്ടില്ല എന്ന് പറഞ്ഞ പോലെ അങ്ങനെയല്ല. നമുക്ക് ആശങ്കയാണ്. കിട്ടും എന്ന് പറയാൻ ധൈര്യമില്ല, കിട്ടൂല എന്ന് പറയാനും ധൈര്യമില്ല. അപ്പൊ നമ്മൾ പറയുന്ന പോലെ ഉണ്ടില്ല. അല്ല, കിട്ടുമെന്ന് ഉറപ്പുണ്ട്. എന്താകുമ്പോ? നമ്മളെ നിയ്യത്ത് കറക്റ്റ് ആവുമ്പോ. ഈ കുട്ടി ഇംഗ്ലീഷ് പഠിക്കുന്നത് എന്തിനാണ്? ഈ കുട്ടി അമേരിക്കയിൽ ചെന്നിട്ടും ബ്രിട്ടനിൽ ചെന്നിട്ടും ഇസ്ലാമിന്റെ സന്ദേശം ദഅവത്ത് ചെയ്യണം എന്ന താല്പര്യത്തിലാണ് കുട്ടിയെ. കാരണം ലോകത്തോട് സംവദിക്കണമെങ്കിൽ എന്ത് ഭാഷ സംസാരിക്കണം? ലോക ഭാഷകൾ സംസാരിക്കണം. ലോക ഭാഷയിൽ മുഖ്യമായത് ഏതാ? ഇംഗ്ലീഷാണ്. ഈ താല്പര്യത്തിലാണ് നിങ്ങളെ വീട്ടിലെ കുട്ടി ABCD എന്ന് പാടുന്നതെങ്കിൽ ആ കുട്ടിയുടെ പാട്ട് തസ്ബീഹിന് തുല്യമാണ്. ആണോ? നിയ്യത്ത് കറക്റ്റ് ആയാലേ ആവുള്ളൂ. നിയ്യത്ത് കറക്റ്റ് ആയാലേ ആവുള്ളൂ. ഈ കുട്ടി ലോകത്തോട് ഇസ്ലാം സംവദിക്കണം. ഏത് ഭാഷയിൽ? നമ്മളെ ഈ ദാറുൽ കുട്ടികൾ കഴിഞ്ഞ ദിവസം ഖത്തറിൽ ഡിബേറ്റിൽ പങ്കെടുത്തു. ഖത്തർ ഡിബേറ്റിൽ ദാറുൽ എന്ന് പറഞ്ഞാൽ ചെമ്മാണി ദാറുൽ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ ഖത്തർ ഡിബേറ്റിൽ പങ്കെടുത്തിട്ട് അറബികൾ സംസാരിക്കുന്നതിനേക്കാൾ മനോഹരമായി അള്ളാഹുവിന്റെ അസ്തിത്വത്തെക്കുറിച്ചും അള്ളാഹുവിന്റെ ആസ്തിക്യത്തെക്കുറിച്ചും അതിമനോഹരമായ ഡിബേറ്റിൽ പങ്കെടുത്തു. അവസാനത്തെ 10 പേരിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ടീം. നമ്മളെ കുട്ടികൾ ഏത് നാട്ടിലെ? നമ്മളെ നാട്ടിലെ മലയാളക്കരയിലെ കുട്ടികൾ ഏത് ഭാഷയിൽ? അറബിയിൽ. എന്തിനെ കുറിച്ച് സംസാരിക്കുന്നു? അള്ളാഹുവിന്റെ അസ്തിത്വത്തെ കുറിച്ച് സംസാരിക്കുന്നു. ഇതാണ് നമ്മളുടെ ലക്ഷ്യമെങ്കിൽ ഈ കുട്ടി പാടുന്ന ഓരോ അലിഫുൻ അലിഫുൻ അർനബു പാടുന്നതിന് എന്തുണ്ട്? നേരത്തെ നിങ്ങൾ നിയ്യത്ത് മാറി. ഈ കുട്ടി ഒരു മാസ്റ്റർ ആവണമെന്ന് വിചാരിച്ചാണ് നിയ്യത്ത് ചെയ്യുന്നതെങ്കിൽ ആ മാസ്റ്റർ ആയി തീർന്നാൽ അതോടുകൂടി എന്ത് ചെയ്തു? അതോടുകൂടി ലക്ഷ്യപൂർത്തീകരണമായി. ഇലാഹക്കടുത്തേക്ക് എന്തോ ഇല്ല. അപ്പൊ ഇങ്ങനെ നമ്മൾ പഠിപ്പിക്കപ്പെടുന്ന സബ്ജക്റ്റുകൾ അറബിയിലുള്ള, ഇംഗ്ലീഷിലുള്ള പരിസര പഠനം ഏത് നിയ്യത്തിലാണ് നമ്മളെ കുട്ടിയെ പഠിപ്പിക്കുന്നത്? ഒരു വിത്തിടുന്നു. നമ്മൾ നിരീക്ഷണ പുസ്തകത്തിൽ എഴുതാറുണ്ട്. കുട്ടികൾക്ക് എഴുതാനില്ല. ടീച്ചർമാരെ അവരവർ നിർദ്ദേശിക്കും. എന്ത് ചെയ്യും? ഒരു സീഡ് കൊടുക്കും. ആ സീഡ് കൊണ്ടുപോയിട്ട് കുട്ടി എന്ത് ചെയ്യും? വിത്തിടും. മണ്ണില് വിത്തിട്ടതിന് ശേഷം കുട്ടി നിരീക്ഷിക്കും. ഈ വിത്തിന് എന്ത് സംഭവിക്കുന്നു നിരീക്ഷിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു? അത് വളരുന്നതും അത് മുളയ്ക്കുന്നതും ആദ്യം മുളയ്ക്കുന്നതും പിന്നെ വളരുന്നതും ഇല, അതേപോലെ അതിന്റെ സ്റ്റെം, അതിന്റെ തടി, അതിന്റെ ഫ്ലവർ, അങ്ങനെ ഓരോന്നും ഉണ്ടാകുന്നത് കുട്ടി നിരീക്ഷിക്കും. നിരീക്ഷിക്കുന്നതൊക്കെ കുട്ടി ഒബ്സർവ് ചെയ്തതിനു ശേഷം നമ്മൾ അൽബിറിലെ ടീച്ചർ ഒരു ചോദ്യം അവിടെ അധികമായി ചോദിക്കും. മറ്റു വിദ്യാലയങ്ങളിൽ ചോദിക്കാത്തൊരു ചോദ്യം. ഈ വിത്ത് മുളപ്പിച്ചതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു ശക്തിയുണ്ട്. ആ ശക്തിയുടെ പേരെന്താ? അല്ലാഹ്. ഈ ഇലക്ക് നിറം കൊടുത്തിരിക്കുന്നത് ഏത് ശക്തിയാണ്? അല്ലാഹ്. ഈ വിത്തിന് കായ് മുളച്ചത് ആരുടെ നിയന്ത്രണത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അല്ലാഹ്. അവിടെ ആ താല്പര്യത്തിലാണ് നമ്മളുടെ കുട്ടിയെ നമ്മൾ പരിസര പഠനം EVS നടത്തുന്നത്. മലയാളം പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? മലയാളം പഠിപ്പിക്കണം. എന്താണ്?
നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടി നന്നായി സംസാരിക്കണം. എനിക്ക് നിങ്ങളോട് വന്നിട്ട് ഞാൻ കൊടുവള്ളി പ്രദേശത്തുള്ള ഒരു പ്രാദേശിക ഭാഷാ രീതി ഞാൻ ഇവിടെ വന്ന് സംസാരിച്ചാൽ ഞാൻ സംസാരിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവോ? ഇല്ല. പകരം ഇതൊരു മാനക ഭാഷയുണ്ട് മലയാളത്തിന്. ആ മാനക ഭാഷയിൽ ഞാൻ പാരന്റിംഗ് സെഷൻ എടുക്കാൻ വരുമ്പോ ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നത്? കേരളത്തിന്റെ മലയാളത്തിന്റെ തനിമയുള്ള ഭാഷ. ഞാൻ പറയുന്നത് എന്താണ്? പറയുന്നത് മനോഹരമായ ദീനിയായ സന്ദേശമാണ്. ഈ സന്ദേശം എനിക്ക് മലയാളത്തിൽ സംസാരിക്കാൻ കരുത്തുണ്ടായത് ഞാൻ എന്ത് പഠിച്ചത് കൊണ്ടാണ്? എന്റെ മാതൃഭാഷ പഠിച്ചത് കൊണ്ടാണ്. അപ്പൊ തീർച്ചയായും നമ്മുടെ കുട്ടി വീട്ടിൽ വന്ന് ചന്തുവിന്റെ ചേട്ടനൊരു ചട്ടി വാങ്ങി വന്നു, ചേച്ചി നേരെ വെക്കുന്നേരം ചട്ടി വീട് പൊട്ടി കുട്ടി പാടിയാൽ തീർച്ചയായും അത് വെറുതെ ചന്തുവിനെയും ചേച്ചിയെയും പഠിപ്പിക്കാൻ വേണ്ടിയല്ല, പകരം ച എന്ന അക്ഷരം പഠിപ്പിക്കാനാണ്. ഈ അക്ഷരം പഠിക്കുന്നതിലൂടെ കുട്ടി നാളെ എന്ത് പറയാൻ? ഇസ്ലാമിക സന്ദേശം കേരളീയ നാട്ടിൽ, കേരളീയ പരിസരത്ത് അവൻ പരിചയപ്പെടുന്നിടത്ത് ഇസ്ലാമിക സന്ദേശം അവന്റെ മാതൃഭാഷയിൽ സംസാരിക്കാൻ ശേഷിയുണ്ടാവണമെന്ന താല്പര്യത്തിലാണ് അവൻ എന്ത് പഠിക്കുന്നത്. അപ്പൊ ഇബാദത്താവോ? ആരുടെ രക്തത്തുള്ളി പോലെ? പോരാളിയുടെ രക്തത്തുള്ളി പോലെ അതേ വിശുദ്ധി അവന്റെ പേനത്തിൽ നിന്ന് മുതിർന്നു വീഴുന്ന, അല്ലെങ്കിൽ അവന്റെ ക്രയോണിൽ നിന്ന് കളർ ചെയ്യുന്ന കളറിനുണ്ടാകുമോ ഇല്ലയോ? നമ്മൾ പറയും ഉണ്ടാവുമല്ലയോ? തീർച്ചയായും ഉണ്ടാകും. എവിടെയാണ് പ്രശ്നം? നീയത്താണ് പ്രധാനം. നമ്മള് വിദ്യാഭ്യാസം 2 തരം എന്നാണ് സാധാരണ പറയല്. ഏതൊക്കെ? ഭൗതികം, മതം. അങ്ങനെ 2 ഉണ്ടോ? ഞാൻ ഈ പറഞ്ഞ മധ്യത്തിൽ വെച്ച് തോന്നുമ്പോ വിദ്യാഭ്യാസം 2 ഉണ്ടോ? ഇനി അൽബിർ കഴിഞ്ഞു പോയ കുട്ടി സ്വാഭാവികമായി ഒരു പൊതുവിദ്യാലയത്തിന്റെ ക്ലാസ് റൂമിൽ ചേർന്ന് പഠിക്കുമ്പോഴും കുട്ടിയുടെ നീയത്ത് ഇലാഹിയായ നീയത്താണെങ്കിൽ അവിടെ പഠിക്കുന്ന മാത്തമാറ്റിക്സിനും അവിടെ പഠിക്കുന്ന സോഷ്യൽ സ്റ്റഡീസിനും അവിടെ പഠിപ്പിക്കപ്പെടുന്ന ജനറൽ നാച്ചുറൽ സ്റ്റഡീസിനും എല്ലാം എന്ത് പ്രതിഫലമുണ്ട്? ഇതേപോലെ പോരാളിയുടെ രക്തത്തുള്ളിയുടെ അതേ പ്രതിഫലമുണ്ടെന്ന ബോധ്യമാണ് നമ്മൾ മക്കൾക്ക് കൈമാറേണ്ടത്. അതിന് ആദ്യം ബോധ്യം വേണം. സാധാരണ ചോദിക്കലില്ല, ഞങ്ങളോടൊക്കെ ചോദിക്കും, നിങ്ങൾ രാവിലെ തൊട്ട് 9 മുതൽ 4:45 വരെയുള്ള സമയം, ആ സമയം നമ്മൾ പഠിപ്പിക്കുകയാണ്. എന്താ പഠിപ്പിക്കുന്നത്? പൊതുവിദ്യാലയത്തിലെ പൊതുവിദ്യാർത്ഥികളെ പൊതുകാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. പഠിച്ചോണ്ടിട്ട് വല്ലെന്തോ പ്രതിഫലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചില ആൾക്കാർ പറയും ഉണ്ടോ? ഇല്ലേ? ആ ടൈമും മുഴുവൻ വേസ്റ്റ് ആണോ ചോദിക്കുമ്പോ ആണോ വേസ്റ്റ് ആണോ എന്ന് ആലോചിക്കില്ല. പകരം നീയത്ത് കൃത്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിപ്പിക്കുന്നത് ലോകഭാഷകളിൽപ്പെട്ട 1-ാം സ്ഥാനമുള്ള അല്ലെങ്കിൽ 1-ാം സ്ഥാനത്തോട് തുല്യമായ അറബി ഭാഷയാണ് ഞാൻ എന്റെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. തീർച്ചയായും എന്റെ നീയത്ത് എന്താണ്? ഞാൻ എന്റെ ക്ലാസ് റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുവിന്റെ നാമത്തിൽ വിശുദ്ധ ഭാഷയായ ഖുർആന്റെ ഭാഷയായ ലോകത്തിന് ഏറ്റവും എളുപ്പത്തിൽ ലോകത്തിന് ഏറ്റവും സംവേദനം അല്ലാഹുവിന്റെ സംവേദനമായി പകർന്നു വെക്കപ്പെട്ട അറബി ഭാഷയാണ് ഞാൻ എന്റെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്നത് എന്ന് പറയുന്ന ആ ഒരു നീയത്തിലാണ് ഞാൻ ജോലി ചെയ്യണമെങ്കിൽ തീർച്ചയായും എന്റെ നീയത്ത് കൃത്യമാണ്. അത് അല്ലാഹു സ്വീകരിക്കപ്പെടുമല്ലേ? നിങ്ങൾ പറ, സ്വീകരിക്കപ്പെടോ? ഇതേ താല്പര്യത്തിലാവണം നിങ്ങളെ കുട്ടിയെ രാവിലെ കുളിച്ചെഴുന്നേൽപ്പിച്ച് രാവിലെ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ അൽബിർ മാത്രമല്ല ഏത് വിദ്യാലയത്തിലേക്ക് പറഞ്ഞു വിടുമ്പോഴും നമ്മളുടെ താല്പര്യവും നീയത്തും നമ്മളുടെ കുട്ടിയുടേതും ഏകീകരിക്കപ്പെടണം. ഇനി നേരത്തെ പറഞ്ഞ ലക്ഷ്യങ്ങളൊന്നും പറയാൻ പാടില്ല. ഇനി അൽബിർ ചെയ്യുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുക. എങ്ങനെയാ പഠിപ്പിക്കുന്നത്? പഠിപ്പിക്കുന്ന രീതിയെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയാ? നമ്മള് സാധാരണ നമ്മൾ തറാവ് പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മളെല്ലാവരും നമ്മൾ കഴിഞ്ഞ തലമുറയിൽ പഠിച്ചവരാണ്. നമ്മൾ തറ പഠിച്ചിട്ടുണ്ട്. തറാന്ന് പഠിക്കുമ്പോ തറ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരുന്നോ? തറാന്ന് പഠിക്കുമ്പോ തറ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരുന്നോ? അതുകൊണ്ടാണ് നമ്മൾ തറയായി തീർന്നത്. അതുകൊണ്ട് നമ്മൾ എന്തായി തീർന്നിരിക്കുന്നു? തറകളായി തീർന്നിരിക്കുന്നു. തറ നമുക്ക് അറിഞ്ഞിട്ടില്ല. ഇവിടെ അങ്ങനെ പരിപാടി എവിടെ ഉണ്ടാവില്ല, നമ്മളെ വിദ്യാലയത്തിൽ ഉണ്ടാവില്ല. കോൺസെപ്റ്റ് തിരിയാതെ എന്ത് പഠിക്കൂല? വേർഡ് പഠിക്കൂല. കോൺസെപ്റ്റ് പഠിപ്പിക്കാതെ, കോൺസെപ്റ്റ് അറിയാതെ എന്ത് വരില്ല? വേർഡ് പഠിപ്പിക്കൂല. വേർഡിൽ നിന്ന് അക്ഷരത്തിലേക്ക് വരുന്ന രൂപം ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. ഈ ക്ലാസ്സില് അൽബിന്റെ ഇംഗ്ലീഷ് ക്ലാസ് റൂമിലാണെങ്കിൽ ആപ്പിൾ എന്ന് പറയുന്ന ഒരു എ എന്ന് പറഞ്ഞ ലെറ്റർ പഠിപ്പിക്കുന്ന രീതി ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയാം. ടീച്ചർ
രാവിലെ തന്നെ വരും. ആ വരുന്ന സമയത്ത് ടീച്ചർ ഒരു പൊതി കൊണ്ടുവന്നിട്ടുണ്ടാവും. പൊതി എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഒരു ഗിഫ്റ്റ് പാക്കറ്റ് രൂപത്തിൽ പൊതിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ടാവും. കുട്ടികളെ സംബന്ധിച്ചുള്ള കുട്ടികളുടെ ക്യൂരിയോസിറ്റി വളരെ പ്രധാനമാണ്. ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ ത്വര അല്ലെങ്കിൽ അവരുടെ ജിജ്ഞാസ ഭയങ്കരമായിട്ടുണ്ടാവുന്ന കുട്ടികളാണ്. നേരിട്ട് വന്ന് ആപ്പിൾ പുറത്തെടുത്താൽ എന്തെങ്കിലും രസം ഉണ്ടാവുമോ ക്ലാസ്സിന്? ഇല്ല. ടീച്ചർ ഉള്ളിത്തോൽ പോലെ 4-5 പൊതികൾക്കുള്ളിലായിട്ടാണ് എന്തുകൊണ്ടുവരിക ഒരു ആപ്പിൾ കൊണ്ടുവരിക. അങ്ങനെ ഓരോ പൊതി കഴിക്കുമ്പോഴും കുട്ടി ഇങ്ങനെ അവിടെ നിൽക്കും, മുള്ളുമൽ നിൽക്കും പോലെ കാലിന്റെ അപ്പം വരൽ നിൽക്കും. ഈ നിന്നെടുത്താണ് ടീച്ചർ എന്ത് പുറത്തെടുക്കുന്നത്? 4ാമത്തെ പൊതി അഴിച്ച് 5ാമത്തെ പൊതിയിൽ നിന്ന് എന്തിനെ പുറത്തെടുക്കുന്നു? ആപ്പിൾ പുറത്തെടുക്കുന്നു. ആപ്പിൾ പുറത്തെടുക്കുമ്പോ ഒരു ടീച്ചർ പുറത്തെടുക്കുന്ന ടീച്ചർ വാട്ട് ഈസ് ദിസ് എന്ന് ചോദിക്കുന്നു. വാട്ട് ഈസ് ദിസ്? ഇപ്പൊ കുട്ടികൾ അറിയുന്ന പോലെ ആയിരിക്കും ആപ്പിൾ ആയതുകൊണ്ട് ഒരു ആപ്പിൾ എന്ന് പറയും. അപ്പോ അവിടെയുള്ള കോ ടീച്ചർ എന്ത് പറയും? ആപ്പിൾ. എന്താ പറയാ? കുട്ടികൾ എന്താ പറയാ? ആപ്പിൾ എന്ന് പറയും. ആപ്പിൾ എന്ന് പറയുന്നത് മലയാളത്തിലെ ആപ്പിളിന്റെ പേരാണ്. നമ്മളുടെ ക്ലാസ് ഏതാ? ഇംഗ്ലീഷിന്റെ ക്ലാസ് ആണ്. ഇംഗ്ലീഷിന്റെ ക്ലാസ്സിൽ കുട്ടി ഉച്ചാരണവും കൂടി പഠിക്കേണ്ടതുണ്ട്. ഉണ്ടല്ലേ? അപ്പൊ കുട്ടി ആപ്പിൾ എന്ന് പറഞ്ഞതിനെ ടീച്ചർ തിരുത്തുന്നില്ല, പകരം ടീച്ചർ ശരി പറയുന്നു. ഏത് ടീച്ചർ? കോ ടീച്ചർ. കോ ടീച്ചർ എന്താ പറയുന്നത്? വാട്ട് ഈസ് ദിസ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. വാട്ട് ഈസ് ദിസ് മെയിൻ ടീച്ചർ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. കോ ടീച്ചർ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു? ആപ്പിൾ എന്നുകൂടി പ്രൊനൗൺസിയേഷൻ കൂടി പഠിപ്പിക്കുന്നു സ്വയം. അപ്പോ കുട്ടിയുടെ സെൻസുകൾ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് പഠനം തുടങ്ങുന്നത്. ഏതാ ആദ്യം വർക്ക് ചെയ്ത സെൻസ്? കുട്ടി ആപ്പിള് കണ്ടു. രണ്ടാമത്തെ സെൻസ് ഉപയോഗിച്ചു. ആപ്പിളിനെ കേട്ടു. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ ആപ്പിൾ ടീച്ചർ എന്ത് ചെയ്യുന്നു? ഓരോ കുട്ടിയുടെ കയ്യിൽ കൊടുക്കുന്നു. ഓരോ കുട്ടികളുടെ കയ്യിലൂടെ 24-28 പേരുള്ള ഓരോരുത്തരുടെ കയ്യിലൂടെയും പോകുന്ന സമയത്തൊക്കെ വാട്ട് ഈസ് ദിസ്? നെക്സ്റ്റ് സെൻസ് പ്രയോജനപ്പെടുത്തി. ഏതാ മൂന്നാമത്തെ സെൻസ് ഏതാ? ടച്ച് എന്ന് പറഞ്ഞ സെൻസ് പ്രയോഗിച്ചിട്ട് കുട്ടി ആപ്പിൾ വാങ്ങുന്നു, തൊടുന്നു, സ്പർശിക്കുന്നു, ആപ്പിൾ എന്ന് പറയുന്നു. 3 സെൻസ് ഇപ്പൊ വർക്ക് ചെയ്തോ? അടുത്തതായിട്ട് ടീച്ചർ എന്ത് ചെയ്യുന്നു? പിന്നെ അവിടെ വെച്ച് ആ ക്ലാസ്സിൽ വെച്ച് ആപ്പിളിനെ മുറിക്കുന്നു, 28 പീസാക്കുന്നു. 28 കുട്ടികളാണ് മാക്സിമം ഒരു ക്ലാസ്സിൽ. 28 പീസാക്കുന്നു. കുട്ടിയോട് അടുത്ത സ്റ്റെപ്പിൽ പറയുന്നു സ്മെൽ. നെക്സ്റ്റ് സെൻസ് ഏതാ? ആപ്പിൾ മുറിച്ചിട്ട് എന്ത് ചെയ്യുന്നു? സ്മെൽ ചെയ്യാൻ പറയുന്നു. അപ്പോൾ പറയും വൗ വണ്ടർഫുൾ സ്മെൽ, വെരി ബ്യൂട്ടി സ്മെൽ എന്ന് ടീച്ചർ ഇങ്ങനെ പറയും. അപ്പോൾ സ്മെൽ അനുഭവിച്ചു. നെക്സ്റ്റ് സെൻസ് ഉപയോഗിച്ചിട്ട് ദ ലാസ്റ്റ് സെൻസ് ഏതാ? അവനോട് പറയുന്നു ടേസ്റ്റ്. അവിടെ നമ്മൾ ഇസ്ലാമിക് സ്റ്റഡീസ് ഇന്റഗ്രേറ്റ് ചെയ്യും. ആപ്പിൾ മുറിച്ച് അവിടെ വെക്കും, കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഉടനെ തന്നെ കുട്ടികളെ 14 പേരെയും 28 പേരെ ഈ 2 ടീച്ചർമാർ ടാപ്പിന്റെ അടുത്ത് കൊണ്ടുപോകുന്നു. അവിടെ ഇസ്ലാമിക് സ്റ്റഡീസ് പഠിപ്പിക്കുകയാണ്. എന്താ ഇസ്ലാമിക് സ്റ്റഡീസ്? കഴിക്കുന്നതിന് മുന്നേ എന്ത് വേണം? കഴിക്കുന്നതിന് മുമ്പ് കൈകൾ കഴുകണം. ഈ അത്ഭുതം നിർബന്ധമാക്കിയിട്ടുണ്ട്. ഒരു ബാച്ചിന് 4 ടാപ്പ് നിർബന്ധമാണ്. ഒരു ബാച്ചിന് 4 ബേസിൻ നിർബന്ധമാണ്. 4 ബേസിൻ 12 പേരെ ഒരു ടീച്ചർ, മറ്റേ 12 പേരെ ഒരു ടീച്ചർ കൊണ്ടുപോയി കഴുകി കൊണ്ടുവന്നിട്ട് ക്ലാസ്സിൽ ഇരുത്തുന്നു. അടുത്ത ഇസ്ലാമിക് സ്റ്റഡീസ് ആണെന്ന് ഇരുന്നാണ് കഴിക്കേണ്ടതെന്ന് കുട്ടി പഠിക്കുന്നു. കുട്ടി പഠിക്കാൻ തല്ലി പഠിപ്പിക്കുകയല്ല, കുട്ടി അനുഭവിക്കുകയാണ്. പഠന അനുഭവമാവുക. അതിനുശേഷം കുട്ടി എന്ത് ചെയ്യുന്നു? ഓരോരുത്തർക്ക് വിതരണം ചെയ്യുമ്പോ ടീച്ചർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വിതരണം ചെയ്യുമ്പോൾ കുട്ടികളോട് പറയുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് മാം കഴിച്ചു തുടങ്ങുമ്പോഴാണ് ആര് കഴിക്കേണ്ടത്? 2 മാംമാർക്കോ ഒരാപ്പിളിനെ മാക്സിമം എത്ര പീസ് ആക്കാനാവും? 30 പീസ് ആക്കാനാകുമെന്ന് അൽബിറ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ടീച്ചർക്ക് ഒരാപ്പിൾ വാങ്ങാനുള്ള ശമ്പളമൊക്കെ നമ്മൾ കൊടുക്കുള്ളൂ. ആകെ 9,000 രൂപയെ കൊടുക്കുള്ളൂ. 90 രൂപയ്ക്ക് എത്ര? അതിന്റെ 10%. 90 രൂപയ്ക്ക് പോയാൽ 90 രൂപയ്ക്ക് ആവോ ഒരു ആപ്പിളിന്? ടീച്ചർ മുടക്കിയിട്ടാണ് എവിടേക്ക് വരുന്നത്? ക്ലാസ്സിലേക്ക് വരുന്നത്.
ഇത് കൊടുത്തിട്ട് കുട്ടീനോട് പറയുന്നു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാണ് കുട്ടി ടേസ്റ്റ് ചെയ്യുന്നത്. അതാണ് ഇന്റഗ്രേറ്റഡ് സ്റ്റഡി ഓഫ് ഇസ്ലാമിക് സ്റ്റഡി. നമ്മൾ പഠിച്ചത് ഭക്ഷണം കഴിച്ച് കുറെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ബിസ്മില്ല ചെല്ലണമെന്ന് 4ാം ക്ലാസ്സിലെ മദ്രസ ബുക്കിൽ പഠിച്ചത്. അവിടേക്ക് നമ്മൾ എന്തായിട്ടുണ്ട്, കുറെ തിന്ന് അടുത്ത ഞാൻ പറയുന്നില്ല. ഇവിടെ കുട്ടി ശീലം എന്ത് ചെയ്യാണ്? ശീലം ചെറുപ്പത്തിലുള്ള ശീലം. നിങ്ങളെന്താ കവിത പറഞ്ഞ? ചെറുപ്പത്തിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം. ഈ ചെറുപ്പത്തിൽ നമ്മൾ ശീലമാക്കുകയാണ്. കുട്ടി കഴിക്കുന്നു, കഴിച്ചതിന് ശേഷം ടീച്ചർ പറയുന്നു, ഒരു ടീച്ചർ ഇസ്ലാമിക് സ്റ്റഡീസിന്റെ ടീച്ചറാണ്, ഒരു ടീച്ചർ ജനറൽ സ്റ്റഡീസിന്റെ ടീച്ചറാണ്. ഇസ്ലാമിക് സ്റ്റഡീസിന്റെ ടീച്ചർ അവിടെ പറഞ്ഞു കൊടുക്കുന്നു, അൽഹംദുലില്ലാഹില്ലദീ അത്അമനാ വസഖാനാ വജഅലനാ മിനൽ മുസ്ലിമീൻ എന്ന ഉത്തരം അല്ലെങ്കിൽ എന്ന വചനം പറഞ്ഞിട്ടാണ് ഇംഗ്ലീഷിന്റെ ക്ലാസ്സിൽ ഇസ്ലാമിക് സ്റ്റഡീസ് ഇന്റഗ്രേറ്റ് ചെയ്യുകയാണ്. ഈ ഇന്റഗ്രേറ്റഡ് സ്റ്റഡിയാണ് അൽബിറിനെ മറ്റു വിദ്യാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. എന്തിനാണ് കുട്ടിനെ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നത്? എന്തിനാണ് മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നത്? മാത്തമാറ്റിക്സ് പഠിപ്പിക്കണമെങ്കിൽ മാത്രമേ ഒന്ന് മനസ്സിലായാലേ തൗഹീദ് മനസ്സിലാവുള്ളൂ. ആണോ? അല്ലാഹുവിന്റെ ഏകത്വം മനസ്സിലാവണമെങ്കിൽ ഒന്ന് മനസ്സിലാവണ്ടേ? ഒന്ന് മനസ്സിലായാൽ മാത്രമേ തൗഹീദ് തിരിയുള്ളൂ. അപ്പൊ ഒന്നിനോടൊപ്പം ഒന്ന് ചേർന്നാൽ അത് എന്താവും? രണ്ടാവും. ഈ ലോകത്തിന് ഒന്നിലധികം സൃഷ്ടാവും പാടില്ലെന്ന് കുട്ടിക്ക് ബോധ്യപ്പെടണമെങ്കിൽ ഒന്ന് എന്താണ് കുട്ടിക്ക് മനസ്സിലാവണ്ടേ? ആ ഒരു നിയത്തിലാണ് നമ്മളെ കുട്ടി എന്ത് പഠിക്കണേ? മാത്തമാറ്റിക്സ് പഠിക്കുന്നത്. നമ്മളൊന്ന് പോട്ടെ. ഇനി നമ്മളത് തിരുത്താനുള്ള വഴിയാണ് നമ്മുടെ മക്കളിലേക്ക് വന്ന കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാനുള്ള പണി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഇന്റഗ്രേറ്റഡ് സിസ്റ്റം എത്ര ഉപയോഗിച്ചു? 5 സെൻസ് ഉപയോഗിച്ചു. 5 സെൻസും ഉപയോഗിച്ചു. ഇതേ പ്രക്രിയയിലൂടെയാണ് അറബി പഠിപ്പിക്കുക. ഈ അറബിയുടെ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കണ്ട് ചില ആൾക്കാർ ചോദിക്കും, എന്തോരം കണ്ടന്റ് അതിലുള്ളത്, ഇത്രയൊക്കെ നമ്മുടെ മക്കൾ പഠിക്കുമോ? നമ്മളെ മക്കൾ പഠിക്കും. നമ്മൾക്കാണ് പഠിക്കാനാവാത്തത്. ആർക്കാ പഠിക്കാം? നമുക്ക് പഠിക്കാനാവില്ല. ആർക്ക് പഠിക്കാനാവും? കുട്ടികൾക്ക് പഠിക്കാനാവും. ഇനി ഈ മെത്തഡോളജി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളെ തറ പഠിപ്പിച്ചിരുന്നെങ്കിൽ നമ്മൾ തറയാകുമായിരുന്നോ? നമ്മൾ തറ കണ്ടത് എപ്പോഴാ? നമുക്ക് പേരുണ്ടാക്കാൻ നേരത്താണ്. അതിന്റെ മുന്നേ നമ്മൾ തറ കണ്ടിട്ടില്ല. ഉണ്ടോ? തമാശ പറയണേ. ശരി, ഇങ്ങനെ സെൻസുകൾ നമ്മുടെ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ട്രെയിനിങ് കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ ഒരു അംഗമാണ് ഞാൻ. അപ്പൊ ട്രെയിനിങ്ങിൽ നമ്മുടെ ടീച്ചേഴ്സിനെ നിർബന്ധമായും പഠിപ്പിക്കുന്ന ഒരു കാര്യം, ഒരൊറ്റ വസ്തുവും ഒറിജിനലി കിട്ടുന്ന വസ്തു ഒരിക്കലും ട്യൂബ് ഉപയോഗിച്ച് പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ് ഒക്കെ പഠിപ്പിക്കാനുണ്ടാവും. അങ്ങനെ വെജിറ്റബിളിന്റെ ഡമ്മി മാതൃകകൾ കൊണ്ടുവരരുത്. എന്ത് വേണം? നിർബന്ധമായിട്ടും ഒരു ആപ്പിൾ. കഴിഞ്ഞ 2-3 വർഷം മുന്നേ ഒരു ഈ നമ്മളെ അൽബിർ ടീച്ചർ കല്യാണത്തിന് പോയപ്പോ കല്യാണത്തിന്റെ ഇങ്ങനെ വിതരണം ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാ വിതരണം ചെയ്യുക? നിക്കാഹ് കഴിഞ്ഞിട്ടാണ് വിതരണം ചെയ്യുന്നതൊക്കെ പിസ്ത ഒക്കെ വിതരണം ചെയ്യും. ഇവിടെ ഉണ്ടാക്കുന്ന പരിപാടി ഉണ്ടോ? ഒരു ടീച്ചറ് ഈ പിസ്തയുടെ എന്ത് ചെയ്യുന്നു? പിസ്തയുടെ ആ പൊട്ടിയ ഭാഗമില്ലേ, അതൊക്കെ ഇങ്ങനെ കല്യാണത്തിന് നിലത്ത് വീണെടുത്ത് ഇങ്ങനെ പെറുക്കിങ്ങാണ്ട് കീശയിടും. പർദ്ദന്റെ കീശയില് ആൾക്കാരൊക്കെ ശ്രദ്ധിച്ചു, എന്താ ഈ ടീച്ചർക്ക് എന്തോ പെറുക്കിയായി മാറിയോ ഈ ടീച്ചർ എന്നിങ്ങനെ ആലോചിച്ചു. അപ്പോ ആണ് ചോദിച്ചത്, എന്തിനാണ് ഇങ്ങനെ പെറുക്കണത്? അപ്പോഴാണ് ടീച്ചർ പറയുന്നു, നാളെ എന്റെ അറബിക് ക്ലാസ്സിൽ എനിക്ക് ഫുസ്തുഖ് ആണ് പഠിപ്പിക്കാനുള്ളത്. ഫുസ്തുഖ് എന്ന് പറഞ്ഞാൽ അറബിയിൽ എന്താണ്? നമ്മൾ പറയുന്ന പിസ്തയാണ്. ഇത് പഠിപ്പിക്കാൻ കല്യാണത്തിന് പോയപ്പോൾ പോലും ഈ ടീച്ചറുടെ ചിന്ത നാളത്തെ ക്ലാസ് റൂമാണ്. ഇങ്ങനത്തെ ടീച്ചർമാരുള്ള ഒരു സംവിധാനം നിലവിൽ കേരളത്തിൽ അത്ഭുതമില്ലാത്ത വേറെ ആള് നിങ്ങൾ പറ. കല്യാണത്തിന് പോകുമ്പോ ഈ കുട്ടി ഈ ടീച്ചർ ചിന്തിച്ചോണ്ടിരിക്കും. അത് നമ്മൾ കൊടുത്ത ട്രെയിനിങ്ങിന്റെ പാർട്ടാണ്. അപ്പൊ ഇങ്ങനെ അനുഭവമാക്കുക, പഠനം എങ്ങനെ അനുഭവമാക്കുക എന്നതിനെ കുറിച്ചാണ്. ഒന്നിന്റെ മാതൃക പോലും കൊണ്ടുവരില്ല, ഒറിജിനലാ കൊണ്ടുവരിക. 5 സെൻസ് ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാത്തിനും എന്ത് വേണം? 5 സെൻസ് ഓർഗൻസും വർക്ക് ചെയ്യിപ്പിച്ചത് മാത്രമേ പറ്റുള്ളൂ. പിന്നെ നമ്മളെ വിദ്യാലയത്തിന്റെ തൊട്ടടുത്ത് ചേർന്ന ഒരു ക്ലാസ് റൂമിനോട് ചേർന്നിട്ട് ഒരു റൂം കൂടി ഉണ്ട്. അതിന്റെ പേരെന്താ? പ്ലേ റൂം എന്നാണ്. സത്യത്തിൽ അത് പ്ലേ റൂം നല്ല പേര് ആക്ടിവിറ്റി റൂം എന്നാണ്. പക്ഷെ അതൊരു ഡ്രൈ ആയ സാധനമാവും പഠിച്ചിട്ടാണ് നമ്മൾ എന്ത് പേരിട്ടത്? പ്ലേ റൂം പേരിട്ടത്.
നമ്മളെ നിലവിൽ ട്രെയിനിങ് കൊടുത്ത അധ്യാപികമാർക്ക് മുഴുവനും ട്രെയിനിങ് കൊടുത്തത് ഈ പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എന്ത് വേണം? പ്ലേ റൂമിൽ പോകണം. പ്ലേ റൂമിൽ പോയിട്ട് ഈ ആപ്പിൾ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനെ എന്ത് ചെയ്യണം? എ എന്ന് പറഞ്ഞ ലെറ്ററിലേക്ക് കൊണ്ടുവരണം. ആപ്പിളിൽ നിന്ന് എയിലേക്ക് വരണം. ആപ്പിൾ കുട്ടിക്ക് കോൺസെപ്റ്റ് തിരിഞ്ഞല്ലോ. ഇനി കുട്ടിനെ കൊണ്ടുവരുന്നത് എന്തിനാണ്? എ. അപ്പോ ആപ്പിൾ എന്ന് പറഞ്ഞ പദത്തില് എ മാത്രം ഒരു സ്പെഷ്യൽ കളറിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? സ്പെഷ്യൽ കളറിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ടീച്ചർ പറയും, മക്കളെ ഈ നമ്മൾക്ക് കാണുന്ന ഈ ആപ്പിൾ എന്ന് പറഞ്ഞത് ഏതോ ഒരു സ്പെഷ്യൽ ലെറ്ററിന് എന്തുണ്ട്? സ്പെഷ്യൽ ഡിസൈനും സ്പെഷ്യൽ കളറും ഉണ്ട്. അതൊന്ന് ഐഡന്റിഫൈ ചെയ്യൂ. കുട്ടികൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യോ? ഉണ്ടോ? നിങ്ങൾ പറയും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും. അവരതിനെ പിക്ക് ഔട്ട് ചെയ്യും. അവിടുന്ന് ടീച്ചർ ഈ അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകും. എ വിട്ടിട്ട് ആപ്പിൾ എഴുതിയിട്ടുണ്ടാവും. കുട്ടികൾക്ക് കുറെ എയും ബിയും സിയും ഒക്കെ എഴുതിയ പേപ്പർ താഴെ വെച്ചിട്ടുണ്ടാവും. കുട്ടികൾ എന്ത് ചെയ്യുന്നു? ഇതിൽ നിന്ന് എ എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ട് സ്റ്റിക്ക് ചെയ്യുന്നു. അവരുടെ പിൻ ബോർഡിൽ സ്റ്റിക്ക് ചെയ്യുന്നു. ഇങ്ങനെ പിൻ ബോർഡിൽ സ്റ്റിക്ക് ചെയ്തിട്ട് തൊട്ടടുത്ത സ്റ്റെപ്പ് ഇവർക്കൊരു പുസ്തകമുണ്ട്. പുസ്തകത്തിന്റെ പേര് നമ്മളെ ടെക്സ്റ്റ് ബുക്കിന് സഹായിയായിട്ട് വരുന്ന കോപ്പി ബുക്കാണ്. ആ കോപ്പി ബുക്കിൽ അവരെ എന്ത് കളർ ചെയ്യുന്നു? ഈ ലെറ്ററിനെ കളർ അടിക്കുന്നു. അടുത്ത സ്റ്റെപ്പിലാണ് കുട്ടി എന്ത് ചെയ്യുന്നത്? എ എന്ന് പറഞ്ഞ ലെറ്ററിനെ എങ്ങനെ എഴുതി തുടങ്ങുന്നതാണ് പഠിക്കുന്നത്. ഇതിങ്ങനെ സ്റ്റെപ്പ് ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഉദാഹരണത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് വ്യക്തമായി? ഈ ആപ്പിൾ പഠിപ്പിക്കുന്നത് വ്യക്തമായി. ഇതേപോലെയാണ് എല്ലാ വസ്തുക്കളെയും നമ്മൾ എന്ത് ചെയ്യുന്നത്? ആസ്വദിപ്പിച്ചാണ് പഠിപ്പിക്കുന്നത്. ഈ ആസ്വാദനത്തിന്റെ പഠനത്തിന്റെ രീതിയാണ് അൽബിറിന്റെ മറ്റു സംവിധാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ സ്വാഭാവികമായിട്ടും ഈ പാഠപുസ്തകങ്ങളൊന്നും വീട്ടിലേക്ക് കൊടുത്തു വിടൂല. എന്താ വീട്ടിൽ കൊടുത്തു വിടാതെ? മക്കളില്ലേനോ? LKG പോയ മക്കളില്ലേ? മൂത്ത കുട്ടികളൊക്കെ ഈ LKG പോയ നിങ്ങളെ കുട്ടിയെ പഠിപ്പിക്കുന്നതിന്റെ കാലയളവിനുള്ളിൽ നിങ്ങൾക്ക് ബുക്ക് കൊടുത്തു വിടുന്ന വിദ്യാലയങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ? അല്ല, നിങ്ങളെ മക്കളെ പഠിപ്പിച്ചിട്ടില്ലേ? എന്നാൽ നിങ്ങളുടെ ഫ്രിഡ്ജ് തുറന്നിട്ട് ഓറഞ്ച് അവിടെ ഉണ്ടായിട്ടും ഓറഞ്ച് എടുത്തു കൊണ്ടുവന്ന് പാഠപുസ്തകത്തിനോടൊപ്പം വെച്ച് പഠിപ്പിച്ച ഏതെങ്കിലും ഒരു രക്ഷിതാവ് ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു ഗിഫ്റ്റ് കൊടുക്കും. നിങ്ങളെ ഫ്രിഡ്ജിൽ എന്തുണ്ടായിരുന്നു? വീട്ടിൽ ഓറഞ്ച് ഉണ്ടായിരുന്നു. പക്ഷേ പാഠപുസ്തകം കൊടുത്തു വിട്ടിട്ട് നിങ്ങളെ വീട്ടിലെ ഓറഞ്ച് പാഠപുസ്തകത്തിലെ ചിത്രമാണോ ഓറഞ്ച്? ആണോ? അല്ല. നിങ്ങളെ ഫ്രിഡ്ജിൽ ഓറഞ്ച് ഉണ്ടോ? ഉണ്ട്. പക്ഷെ നിങ്ങൾ തുറന്നോ? ഇല്ല. ഓറഞ്ച് ആയിട്ട് കൊണ്ടുവന്നോ? ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ എന്താക്കാത്തത്? മനഃപൂർവ്വം പാഠപുസ്തകത്തിൽ കൊടുത്തുകൊണ്ട് എനിക്ക് ഒരു അനുഭവം ഉണ്ട്. എന്റെ ജ്യേഷ്ഠന്റെ ഉമ്മ ഏറ്റവും മൂത്ത പെങ്ങളുടെ മകളുണ്ട്. അവൾക്കൊരു മകളുണ്ടായി. അപ്പൊ ആദ്യത്തെ കുഞ്ഞാണ്. അവ കുടുംബത്തിലെ ആദ്യത്തെ പേരക്കുട്ടിയാണ്. ഈ കുട്ടീനെ LKG ചേർത്തപ്പോ ഈ കുട്ടീനെ LKG ചേർത്ത് ബുക്കൊക്കെ കൊടുത്തു വിടുന്ന സ്കൂളാണ്. ആ സ്കൂളിൽ നിന്ന് കൊടുത്തു വിട്ട ബുക്കിൽ നോക്കിയിട്ട് നമ്മൾക്ക് ചിത്രം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ശരിക്കും മനസ്സിലാവുന്നില്ല. ഒരു മോൾഭാഗം ചോപ്പും അടിഭാഗം പച്ചയായിട്ട് ഇങ്ങനെ കഴുത്തി വെച്ചൊരു സാധനമാണ് നമുക്ക് ചിത്രം. അപ്പൊ ഹിൽ എന്നാണ് അടി കൊടുത്തിരിക്കുന്ന വീട്. ഹിൽ. അപ്പൊ ഇവളെ ഈ എന്റെ പെങ്ങളെ കുട്ടി പഠിപ്പിക്കുക ഹിൽ വത്തക്ക എന്ന് പറഞ്ഞ സാധനമാണ്. ഓക്ക് മനസ്സിലായി. ഹിൽ വത്തക്ക. ഈ കുട്ടീനെ എന്ത് പഠിപ്പിച്ചു? ഉമ്മ പഠിപ്പിക്കുകയാണ്. ഹിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അടിയിൽ വാട്ടർ മെലൺ ഉണ്ട്. പക്ഷെ ഓളത് കണ്ടില്ല. ഓള് കണ്ടത് എന്താണ്? ഇല്ല. ഇതുപോലെ വ്യത്യസ്തമായ അബദ്ധങ്ങൾ ആരിൽ നിക്ഷേപിക്കും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആത്മീയമായ അബദ്ധങ്ങൾ നിക്ഷേപിക്കുമ്പോൾ തന്നെ നമ്മൾ ഭൗതികമായും നമ്മളെ മക്കളിൽ കുറെ അബദ്ധങ്ങൾ നിക്ഷേപിക്കും. അതുകൊണ്ടാണ് പാഠപുസ്തകം കൊടുത്തുവിടാത്തത്. നമ്മൾ ഈ മെത്തഡോളജി എടുക്കോ? ഓറഞ്ച് ഫ്രിഡ്ജിൽ ഉണ്ടാക്കി നമ്മൾ ഇതുവരെ എടുക്കോ? ഇല്ല. അതുകൊണ്ട് തന്നെയാണ് പാഠപുസ്തകം. ഇനി നിങ്ങൾക്ക് ഒരു സ്പെഷ്യൽ സീസൺ ഒക്കെ വരികയാണ്, എക്സാമിന്റെ സീസൺ ഒക്കെ വരികയാണ്. നിങ്ങളുടെ കുട്ടി അല്പം പിന്നോക്കമാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നാൻ ടീച്ചറുമായിട്ട് ഡിസ്കസ് ചെയ്യുക. കുറച്ച് ദിവസങ്ങളിൽ ടീച്ചർ ആ പുസ്തകം ഒന്ന് കൊടുത്തുവിടണമെന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾക്ക് ആ പാഠപുസ്തകം കൊടുത്തുവിടും. 1-2 ആഴ്ചയിലോ 1-2 ദിവസങ്ങളിലോ. മനസ്സിലായല്ലോ? ഈ മെത്തഡോളജി തിരിച്ചറിയപ്പെടാത്തത് കൊണ്ടാണ് നമ്മൾ പാഠപുസ്തകം കൊടുത്തുവിടാത്തത്. ഇനി നിങ്ങൾക്ക് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് സ്ഥിരമായി മാസത്തിൽ ഒരു മാഗസിൻ അൽബിർ തയ്യാറാക്കുന്നുണ്ട്. അതിന് 2 പാർട്ട് ഉണ്ട്. ഏതാണ് 2 പാർട്ട്?
ആദ്യത്തെ പാർട്ട് കുട്ടികൾ ആ മാസം പഠിച്ച പ്രവർത്തനങ്ങളാണ്. രണ്ടാമത്തെ പാർട്ട് നമ്മളുടെ ഇതുപോലെ പരിശീലനം എല്ലാ മാസവും ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. പാരന്റിങ്ങിന്റെ മൊഡ്യൂൾസോ കുട്ടികളുടെ ആരോഗ്യത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എല്ലാ മാസവും ഒരാൾ വന്ന് ക്ലാസ് എടുക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അല്ല. അതിന് പകരം നിങ്ങളെ വീട്ടിൽ വെച്ച് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളിൽ ഒരു അല്പം ചെറിയ കാര്യങ്ങൾ പിന്നെ ഒരു ടിപ്സ്, പാരന്റിങ് ടിപ്സ് എന്ന നിലയിൽ അതിന്റെ പകുതി പാർട്ട് ആർക്കുള്ളതാണ്. ഇനി രസകരമായ കാര്യം, സാധാരണ നമ്മളൊരു വിദ്യാലയത്തിൽ ചേർത്താൽ ആർക്കാ പരീക്ഷ ഉണ്ടാവുക? കുട്ടിയൊക്കെ പരീക്ഷ ഉണ്ടാവുക. എന്നാൽ നമ്മളെ സിസ്റ്റത്തിൽ ആർക്കൂടി പരീക്ഷ ഉണ്ട്? ഈ മാഗസിൻ വെച്ചിട്ട് ആർക്കും കൂടി പരീക്ഷ ഉണ്ട്. പരീക്ഷ എന്ന് പറഞ്ഞാൽ പേരുകളെ അറിവ് പരിശോധന പരീക്ഷയൊന്നുമല്ല. നമ്മൾ ആ പുസ്തകം വായിച്ചിട്ടുണ്ടോ നോക്കാനുള്ള ഒരു ചെറിയ ടെസ്റ്റ് മാത്രം. ഈ ടെസ്റ്റില് പിന്നെ കേരളത്തില് അങ്ങോളങ്ങോളമുള്ള എല്ലാ രക്ഷിതാക്കളുമായിട്ട് നിങ്ങൾക്ക് കോമ്പീറ്റ് ചെയ്യാം. ഈ കോമ്പീറ്റ് ചെയ്തിട്ട് നിങ്ങളെ കുട്ടിയെ നിങ്ങൾക്ക് അഭിമാനമാകുമ്പോൾ തന്നെ നിങ്ങൾ മാതാവ് എന്ന നിലയിൽ നിങ്ങളുടെ കുട്ടിക്ക് അഭിമാനമായി മാറാനുള്ള ഒരു വഴി കൂടിയാണ് ഈ എന്ത് ചെയ്യുന്നത്, ടാലന്റ് ടെസ്റ്റ് ഫോർ പാരന്റ്സ് എന്ന് പറഞ്ഞത് നടത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കുട്ടികൾ നമുക്ക് അഭിമാനമാവണല്ലോ, തീർച്ചയാണ്. തിരിച്ച് അങ്ങോട്ടില്ലേ ഒരു കടപ്പാട്, എന്താ, മക്കൾക്ക് ബാപ്പയെ അഭിമാനമാവണ്ടേ? അപ്പൊ ബാപ്പയും ഉമ്മയും അഭിമാനമാകാനുള്ള ഒരു ചാൻസ്. എന്റെ ഉമ്മാക്കാണ് സ്റ്റേറ്റിൽ 1ാം റാങ്ക് എന്ന് പറയുമ്പോ കുട്ടിക്ക് കിട്ടാവുന്ന ഒരു അഭിമാനബോധല്ലേ, അതിനൊരു വഴി കൂടിയാണ് നമ്മള് തീർച്ചയായും ആ ഒരു ടാലന്റ് ടെസ്റ്റ് കൊണ്ട് ആഗ്രഹിച്ചത്. പിന്നെ കുട്ടികളുടെ ഒരു പഠനവും പരീക്ഷയും തന്നെയായിട്ട് ഇടഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ വെറുത്ത് പഠിക്കുന്ന ഒരു രീതിയല്ല. പകരം അവരുടെ ആവിഷ്കരിക്കാൻ അവസരം കൊടുക്കുന്നത് വ്യത്യസ്തമായ ഫെസ്റ്റുകളും സ്പോർട്സും ആർട്സും ഒക്കെ അൽഗോരിതം സിസ്റ്റത്തിൽ നടക്കുന്നുണ്ട്. ഫെസ്റ്റ് അവരുടെ ആവിഷ്കാരത്തിന്റെ വഴിയാണ്. ആവിഷ്കാരം എന്ന് പറഞ്ഞാൽ അവർ പഠിച്ചതിനെ പ്രകടിപ്പിക്കാനുള്ള മറ്റൊരു വഴി കൂടിയാണ്. സത്യത്തിൽ അൽഗോരിതം സിസ്റ്റത്തിന് ഈ ടീച്ചർമാരോട് ഒരു ചതിയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ ചതി എന്നറിയോ? ഇവര് എങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് സ്റ്റേജിൽ നോക്കിയാൽ മനസ്സിലാവുണ്ടോ? ഈ കുട്ടി ഈ വിദ്യാലയത്തിൽ എത്ര സ്റ്റാൻഡേർഡ് ഉണ്ട് എവിടെ നോക്കിയാൽ മനസ്സിലാവും. ഞങ്ങള് ഫെസ്റ്റിന്റെ സമയത്ത് ഒരു 10-18 സ്ഥാപനങ്ങൾ ഒരുമിച്ച് ചേർത്തിട്ടാണ് ഫെസ്റ്റ് നടത്തുക. അപ്പൊ ആ ഫെസ്റ്റ് നടത്തുമ്പോ അതിന്റെ ഫസ്റ്റ് റാങ്കിൽ വരുന്ന സ്ഥാപനം ഏതായിരിക്കും? എന്തിലും മാത്രമല്ല, ആർട്സിലും സ്പോർട്സിലും ഫെസ്റ്റിലും മാത്രമല്ല 1ാം സ്ഥാനത്താവുക, പഠനയും പഠന പ്രവർത്തനത്തിലും 1ാമതായിരിക്കും എന്ന് കൂടി നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു വഴിയാണ് അൽഗോരിതം സിസ്റ്റം അങ്ങനെ ചെയ്തു വെച്ചത്. അപ്പൊ ഫെസ്റ്റ് അപ്പൊ സ്വാഭാവികമായും ഈ കുട്ടിയുടെ എല്ലാ വിധത്തിലുള്ള വളർച്ചാ ഘട്ടത്തെയും നിരീക്ഷിച്ച് സംവിധാനിക്കുന്ന ഒരു സിസ്റ്റമായിട്ടാണ് അൽഗോരിതം സിസ്റ്റം വന്നു ചേർന്നത്. അപ്പൊ ഇങ്ങനെ സ്വാഭാവികമായി ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു സിസ്റ്റത്തെ സ്നേഹിക്കാൻ കൂടി ആരെ പഠിപ്പിക്കുന്നു? മക്കളെ പഠിപ്പിക്കുന്നു. കേരളത്തിലെ ഈ ഒരു സംവിധാനം തുടങ്ങി വെച്ചൊരു സിസ്റ്റം ഉണ്ട്, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡാണ്. ഈ വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ നടക്കുന്ന ഒരു ഔദ്യോഗിക സിസ്റ്റം എന്ന നിലയിൽ ആ വിദ്യാഭ്യാസ പ്രക്രിയയെ നിയന്ത്രിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സ്നേഹിക്കാനും അവരോടൊപ്പമാകാനുള്ള താല്പര്യം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വ്യത്യസ്ത ദിനങ്ങൾ ഇപ്പൊ ജൂൺ 26-ാം തീയതി വരിക. ജൂൺ 26-ാം തീയതി സമസ്തയുടെ സ്ഥാപക ദിനമായി ആചരിക്കുന്നുണ്ട്. അതിന്റെ എല്ലാ പ്രവർത്തനവും എവിടെ ഉണ്ടാവും? നമ്മളുടെ ക്ലാസ് റൂമിൽ ഉണ്ടാവും. കാരണം ഒരു സിസ്റ്റത്തിൽ നിന്നാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാനുള്ള വഴിയുള്ളൂ. ഓരോരുത്തരും സ്വന്തം രക്ഷപ്പെടുവോ? ഇല്ല. സിസ്റ്റത്തിന്റെ കൂടെ നിങ്ങൾ ആരോടൊപ്പമാവുക? സത്യവാന്മാരോടൊപ്പമാവുക. അങ്ങനെ സത്യവാന്മാരോടൊപ്പമാകാനുള്ള വഴികളാണ് നമ്മൾ ചെയ്തു വെക്കുന്നത്. തീർച്ചയായും പിന്നെ ഇതിന്റെ ഫീസിന്റെ ഘടനയൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരല്പം ഫീസ് കൂടുതലാണൊക്കെ വെറുതെ പുറത്തുനിന്ന് ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. മാസത്തിൽ 1000 രൂപന്റെ അടുത്തേ വരുന്നുള്ളൂ. ഇപ്പോഴത്തെ നാട്ടിലുള്ള ഒരു സിസ്റ്റം പറഞ്ഞു മാസത്തിൽ 600 രൂപ ഫീസ് അടിച്ചാൽ മതി എന്ന് പറയുമ്പോ കൊല്ലത്തിലാകുമ്പോൾ എത്രയായി? 7200 നമ്മൾ എത്രയുള്ളൂ? നമ്മൾ 11 ചില്ലറല്ലേ? 11 ചില്ലറയുള്ളൂ. 7200 സാധാ സിസ്റ്റത്തിനാവുന്നുണ്ടെങ്കിൽ 2 ടീച്ചർ കുട്ടിയുടെ വ്യക്തിത്വത്തിൽ ഇടപെടുന്ന 2 ടീച്ചർ സിസ്റ്റത്തിന് അതിന്റെ ഇരട്ടി പൈസ ശരിക്കും കൊടുക്കണം എന്നാണ്. പക്ഷെ നമ്മൾ ഇരട്ടി പൈസ
വാങ്ങുന്നില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചത് ഇത്തരം കാര്യങ്ങളുടെ ഒരു രൂപീകരണവും പൂർത്തീകരണവുമായിട്ടാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്, ഈ സംവിധാനം ഒരുക്കിയത്. അപ്പൊ ഈ സംവിധാനത്തിന്റെ കൂടെയാകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു തരം മക്കളെ സൃഷ്ടിക്കാനാവും. രണ്ടു തരം മക്കളാണ്. മക്കൾ ആത്യന്തികമായി രണ്ടു തരമാണ്. ഒന്ന് ഷഖീയും ഒന്ന് സഈദും. സഈദ് എന്ന് പറഞ്ഞാൽ വിജയി. പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ അടുത്ത് പറയും, പടച്ചോനെ ഞാനിതാ രക്ഷപ്പെട്ടു. ഹിസാബ് കഴിഞ്ഞ് അള്ളാഹുവിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ഞാനിതാ രക്ഷപ്പെട്ടു, പക്ഷെ എന്റെ മാപ്പയും ഉമ്മയും എന്നോടൊപ്പം രക്ഷപ്പെടാതെ ഞാൻ ഇങ്ങോട്ട് പോകൂല, സ്വർഗത്തിലേക്ക് പോകൂല എന്ന് പറഞ്ഞ വാശി പിടിക്കുന്ന മക്കൾ. അതാണ് സഈദ്. രണ്ടാമത്തെ കുട്ടിയുണ്ട്. അവനാരാണ്? ഷഖീയാണ്. ഷഖീ എന്ന് പറഞ്ഞാൽ പരാജിതൻ. അവൻ മാതാവ് പിതാവും എങ്ങനെയോ വിചാരണ കഴിഞ്ഞ് അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണ കഴിഞ്ഞ് സ്വർഗപ്രവേശനം കാത്തിരിക്കുകയാണ്. ആ സമയത്താണ് കലിതുള്ളിയിട്ട് ഒരു കുട്ടി വരിക. കലിതുള്ളി വരും, ഞാൻ ഇങ്ങനെയാവാൻ കാരണക്കാരായ മാതാവും പിതാവും ഉണ്ട്, ഞാൻ നരകത്തിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഞാൻ ആരെ കൊണ്ടേ പോകൂ? എന്റെ മാതാവിനോ പിതാവിനെയും കൊണ്ടേ പോകുമെന്ന് പറയുന്ന ആ രണ്ടാമത്തെ വിഭാഗം. ഏതാകണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഷഖീയാവണോ സഈദാവണോ? സഈദാവാനുള്ള ആ ഒരു പ്രവർത്തനത്തിന്റെ തുടക്കമെന്ന നിലയിൽ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഏറ്റവും മനോഹരമാണ്. അള്ളാഹു നമ്മളെ മക്കൾക്ക് ആഖിറത്തിൽ വിജയികളായി ഉൾപ്പെടുന്നവരിൽ അള്ളാഹു നമ്മളെ പെടുത്തട്ടെ. ഒരു ഖുർആൻ പഠിച്ച കുട്ടിക്ക് 5 പേരെ ശഫാഅത്ത് ചെയ്യാനാകുമെന്ന് വളരെ കൃത്യമായി ഹദീസുകൾ രേഖപ്പെടുത്തപ്പെട്ട വിധം ഒരു 2 വർഷ കാലയളവിനുള്ളിൽ അമ്മ ജുസുവിന്റെ മുഴുവൻ ഭാഗങ്ങളും ഈ കുട്ടി പാരായണം ചെയ്യാനും ഏകദേശം 10-20ഓളം സൂറത്തുകൾ മനഃപ്പാഠമാക്കാനും 5.5 വയസ്സിലേക്ക് ചെന്നെത്തുമ്പോൾ 5.5 വയസ്സിലെത്തുമ്പോൾ നമ്മളെ കുട്ടികൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഇത് നിലനിർത്താൻ ഉചിതമായ വിധം നമ്മളുടെ പ്രൈമറിയിലേക്ക് അടുത്ത സെഷനിൽ ഞാൻ പ്രൈമറി കാര്യമായിട്ടാണ് സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കുട്ടികളും ആ പ്രൈമറിയിലേക്ക് സെറ്റ് ചെയ്യുന്ന അതിലേക്ക് പറഞ്ഞു വിട്ടാൽ ഈ പറയപ്പെട്ട എല്ലാ ഗ്രഡേഷനും ആ പ്രൈമറിയിലും ഇൻഷാ അല്ലാഹ് സംഭവിക്കുമെന്ന താല്പര്യത്തിൽ അല്ലാഹു നമ്മൾക്ക് ആ ഒരു അർത്ഥത്തിൽ സമീപിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ.